ഇത് കേട്ടപ്പോൾ ഞാനിരുന്ന് കുറേ എന്ത് ചെയ്തു, കരഞ്ഞു എന്ന് കാണും. കുറേ നാൾ ദുഃഖിച്ചു, കുറേ നാളാണ്, ദിവസം പറയുന്നില്ല, കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കരഞ്ഞും സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്നാ പറഞ്ഞുകൊണ്ട് ദൈവത്തോട് അവരുടെ വാഗ്ദത്തങ്ങളെ ഓർപ്പിച്ച് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയാണ് ഇവിടെ മതിൽ പണി തുടങ്ങുന്നത്. എന്തിനാണ് മതിൽ പണി തുടങ്ങിയതെന്ന് ചോദിച്ചാൽ, മതിലുകളില്ലാത്ത ഒരു സ്ഥലം അപകടകരമായ ഒരു സ്ഥലമാണ്. നമുക്ക് എന്ത് വേണം? മതിൽ വേണം. മതിലെന്ന് പറയുന്നത് നെഹമ്യാൻ്റെ പുസ്തകത്തിൽ മതിലിൻ്റെ പണിയാണ്. എന്തിനാണ് മതിൽ പണിയുക? മതിൽ രണ്ടുമൂന്ന് കാര്യങ്ങൾക്ക്. ഒന്ന്, അപ്പുറത്തേതൊന്നും ഇപ്പുറത്ത് വരാതിരിക്കണമെങ്കിൽ എന്ത് വേണം? മതിൽ വേണം. മതിലുകൾ ആവശ്യമാണ് ഒരർത്ഥത്തിൽ. എന്നാൽ നമുക്ക് പറ്റുന്ന അപകടം, പുറത്ത് നമുക്ക് മതിലില്ല, എന്നാൽ ഇടയ്ക്ക് നമുക്ക് എന്തുണ്ട്? മതിലുണ്ട്. ഇതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് വേർപാടിൻ്റെ നടിച്ചുവരുകൾ, നമ്മിൽ നിന്ന് അകറ്റുന്ന മതിലുകളാണ് കൂടുതലും. പുറത്ത് മതിൽ വേണ്ടേ? വേണം. എന്നാൽ എരിഹോ മതിൽ തകരേണ്ടതാണ്. എന്തിനാണ് എരിഹോ മതിൽ അവർ കെട്ടി? ഇസ്രായേൽ മക്കൾ നിമിത്തം. യോശുവയുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിലുണ്ട്, ഇസ്രായേൽ മക്കൾ നിമിത്തം അവർ എരിഹോ മതിലിനെ അടച്ച് കെട്ടി എന്താക്കി? ഉറപ്പാക്കി. ആരും അകത്ത് കയറിയില്ല, ആരും പുറത്ത് കയറിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നൊരു കാര്യം, പുറത്തുള്ളവരൊക്കെ മതിൽ കെട്ടി ഭദ്രമാക്കി, പക്ഷെ നമുക്ക് പുറത്ത് എന്തില്ല? മതിലുകളില്ലാത്തൊരവസ്ഥ. എന്തിനാ മതിൽ? അപ്പുറത്തേതെല്ലാം ഇപ്പുറത്ത് വരാൻ പാടില്ല, ഇപ്പുറത്ത് വരാൻ പാടില്ല, അല്ലേ? അപ്പുറത്തേതൊന്നും എവിടെ വരല്ലേ? ഇപ്പുറത്ത് വരല്ലേ. എന്നാൽ പറ്റിപ്പോകുന്നത് പലപ്പോഴും നടിച്ചുവരുകളാണ് നമുക്കുള്ളത്. അത് ഒരു ദൗർഭാഗ്യകരമായ കാര്യമാണ്. നടിച്ചുവരുകളും മതിലുകളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉയരുന്നത് അപകടമാണ്. ഒരു സാധാരണ വീട്, മലയാളി വീട്, മക്കൾ വളർന്ന ഒരു വീട്, അല്ലെങ്കിൽ ഒരു 10, 18, 20 വയസ്സൊക്കെ ഉള്ള മക്കളൊക്കെ ഉള്ള വീട്, രണ്ട് നല്ല വീടാണെന്ന് വെച്ചു. കാരണവന്മാർ ഇച്ചിരി പ്രായമായവർ, അവരെവിടെ താമസിക്കും? താഴെ. പിള്ളേരെവിടെ? മേളിൽ. അവരെപ്പം കയറും, എപ്പം ഇറങ്ങും? ആർക്കും അറിയത്തില്ല. അതാണ് പ്രശ്നം. അവർ മേളിലാണെങ്കിൽ അവരവിടെ കിടക്കും, ഉച്ച കഴിയുമ്പോൾ ഇറങ്ങി വരും. ഞാൻ ഒരു വീട്ടിൽ ചെന്നിപ്പം ഒത്തിരി വിളിച്ചപ്പോൾ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും മോള് എനിക്കൊന്ന് മ്യൂട്ട് ചെയ്ത് തരാം അവിടെ. എൻ്റെ പൊന്നല്ലടാ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണേ. ഞാൻ ഒരു വീട്ടിലാണ്, പക്ഷെ പല്ലും എവിടെ? മതിലുകൾക്കിടയിൽ. അതിലും തമാശകരമായൊരു കാര്യം, ഒരു വീട്ടിൽ ചെന്നപ്പം രാത്രിയിലാണ് ഭാര്യ ഇറങ്ങി വരും. അവനെ ഒരു വെള്ള ഷോളിൽ ചെന്ന്, നിൻ്റെ ഷോള്, എൻ്റെ പേരെന്നാ, അതിതാ, അത് ഞാൻ തിരിച്ചു തരാം, പേടിക്കാതെ. കൊച്ചൻ്റെ പേരെന്നാ? തിരിച്ചു മടിച്ചോണേ, കഴിയതൊക്കെയാണേ. ഞാൻ സാധാരണ പറയുന്ന കാര്യമുണ്ട്, ഞാൻ പിന്നെ പറയാം, ഓർത്തപ്പം പറയാം, അല്ലേ മറന്നത്. രാവിലെ കുറേ പിള്ളേർ ഒന്നിച്ച് പോവുകയാണ്. അമ്പലത്തിലോട്ടാണോ പള്ളിയിലോട്ടാണോ പോകുന്നത് എങ്ങനെ അറിയാം? ഷാളും ശീലമൊന്നും അല്ല, കുളിച്ചതല്ല എങ്ങോട്ടാണ് പോകുന്നത്? അമ്പലത്തിലോട്ടാണ്. കുളിക്കാത്തതല്ല എങ്ങോട്ടാണ് പോകുന്നത്? സത്യമാണോ അല്ലയോ? അതെ. ഇന്ന് കുളിച്ചിട്ട് വന്നിരുന്ന് കൈപൊക്കി. തല കുളിച്ചോ അതോ ദേഹം മാത്രം? തല കുളിച്ചോ? വലിയ ഭാഗ്യം. പല്ല് എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഞങ്ങൾ വല്ലപ്പോഴും എന്ത് കുളിക്കത്തുള്ളൂ. നീ തല കുളിച്ചാണോ? അല്ല. രാവിലെ കുളിച്ച തല? രാവിലെ കുളിച്ച. അപ്പം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അവരിങ്ങനെ ചുറ്റി വെച്ചേക്കാണേ. ഇങ്ങനെ ചുറ്റി കണ്ണും മൂക്കും കാണും. ഇങ്ങനെ ചുറ്റി കെട്ടിയേക്കുക മുഴുത്ത്. അപ്പം ഞാൻ ചോദിച്ചത് എന്തിനാന്ന് ചോദിച്ചപ്പം കെട്ടിയും നമ്മൾ പെട്ടെന്ന് പേടിച്ച് പോകത്തില്ലേ. അപ്പം കെട്ടിയവൻ പറഞ്ഞു ഞങ്ങൾ ഒന്നിച്ചാണ് കിടക്കുന്നത്, പക്ഷെ ഞാൻ ഉമ്മ കൊടുക്കുമ്പോൾ ഇവക്ക് കിട്ടരുത്, അതിനാണ് ഇവളെ കെട്ടി വെച്ചേക്കുന്നത്. ഒറ്റ കട്ടിലേലാണ്, പക്ഷേ മുറിയാണോ മതിലാണോ? അവർക്കിടയിൽ എന്താ? മതിലാണ്.
നടിച്ചുവര വേറൊരിടത്ത് ഞങ്ങളുടെ ഒരു ഓഫീസിൽ ഒരു 2 അടി കട്ടിൽ കിടപ്പുണ്ട്. എന്താ പറയുക, ഞാൻ പണിയിച്ച ഒരു പെട്ടെന്നൊരു നാപ്പ് എടുക്കാൻ പെട്ടെന്നൊക്കെ ഒന്ന് കിടന്നൊന്ന് നടു തുറക്കാൻ വേണ്ടി എൻ്റെ ചർച്ചിൻ്റെ ഓഫീസ് ഒരു 2 അടി കട്ടിൽ ഞാൻ പണിയിച്ചിട്ട് ഒരു മെത്തയൊക്കെ. അപ്പോൾ എനിക്ക് പെട്ടെന്നൊന്ന് കിടക്കാം. വലിയൊരു കാശുകാരൻ അച്ഛൻ അവിടെ വന്നു. പുള്ളിക്ക് വലിയ ഫാക്ടറിയൊക്കെ ഉള്ള അച്ഛനാണ്. പുള്ളി ഈ കട്ടിലെ ഇങ്ങനെ നോക്കി നിൽക്കുക. ഞാൻ ചോദിച്ചാൽ എന്നാ നോക്കുന്നത്? അല്ല, എനിക്ക് 3 എണ്ണം പണിത് തരാം. ഞാൻ ചോദിച്ചു എന്തിനാ? പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ ഒന്നുമില്ലായിരുന്നു. അന്നൊരു ചെറിയ 2.5 അടി കട്ടിലല്ല ഞങ്ങൾ 2ഉം കൂടെ കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഉരുണ്ട് വീഴാതിരിക്കാൻ വേണ്ടി ഇവിടെ എന്നെ കെട്ടിപ്പിടിക്കുമായിരുന്നു. ഇപ്പം കാശായി 6 കിങ് സൈസാണ്. ഇവൾ അങ്ങേയറ്റത്തും ഞാൻ ഇങ്ങേയറ്റത്തും, നടുക്ക് മുഴുവൻ തലവണയാണ്. ഒരു കാരണവശാലും ഞാൻ അങ്ങോട്ട് ചെല്ലാതിരിക്കാൻ വേണ്ടി ഇവളെന്തോ വെച്ചേക്കുക തലവണ. അപ്പോൾ ഇതാണ് ഈ നടിച്ചുവരെന്ന് പറയുന്ന സാധനം. ഒത്തിരി നടിച്ചുവരുകളുണ്ട്, അത് അപകടമാണ്. അപ്പം നമുക്ക് യെരിഹോ മതിൽ കെട്ടി ഉറപ്പാക്കി എല്ലാവരും. അതുകൊണ്ട് നമുക്ക് പലപ്പോഴും അങ്ങോട്ടൊന്നും കയറാനൊക്കാത്ത മതിൽക്കെട്ടുകളാണ്. പക്ഷേ ഓർക്കപ്പെടേണ്ട ഒരു കാര്യം, നെഹമ്യാവ് എന്ത് പണിയുന്നു? മതിൽ പണിയുന്നു. എന്തിനാ? അപ്പുറത്തെ സംസ്കാരങ്ങളൊന്നും എവിടെ വരരുത്, ഇപ്പുറത്ത് വരരുതെന്നുള്ളതാണ്. അപ്പുറത്തെ സംസ്കാരങ്ങൾ എവിടെ വരാൻ പാടില്ല, ഇപ്പുറത്ത്. ഒരു സിമ്പിളായിട്ട് പറഞ്ഞാൽ, അപ്പുറത്തുള്ളതൊന്നും ഇപ്പുറത്ത് വരരുതെന്ന് നമ്മളെക്കുറിച്ച് മറ്റുള്ളവരും ആഗ്രഹിക്കുന്നുണ്ട്. അതിനെയാണ് ഈ വേർപാടെന്നൊക്കെ പറയുന്നത്. സെപ്പറേഷൻ ഈസ് നോട്ട് ഐസൊലേഷൻ. ആരോടും മിണ്ടായിരിക്കുന്നതിൻ്റെ പേരല്ല എന്ത്? സെപ്പറേഷൻ ആണോ? അല്ല. പെന്തക്കോസ്തുകാർക്ക് വേർപെട്ട ദൈവമൊക്കെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അവർ ഈ അയൽക്കാരുമായിട്ടൊന്നും മിണ്ടത്തില്ല ഒത്തിരി പേര്. ഇവിടുത്തെ എനിക്കറിയത്തില്ല. പുത്തൻകുരിശിലൊക്കെ നല്ല മനുഷ്യരാണ്. ഞങ്ങളുടെ നാട്ടിൽ കുറേ പേര് മിണ്ടത്തില്ല അപ്പുറത്ത്. അയ്യോ എന്നറിയോ, അവർ കൂടോത്രം ചെയ്തെന്ന്. ആര്? അപ്പുറത്തേക്കാരാണ്. ഇത് കുറച്ച് പ്രവാചകരുമുണ്ട് ഇതിനെ കത്തിപ്പിക്കുന്നത്. അവരിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ചോദിക്കും, വടക്കേ മൂലയ്ക്ക് ആരാണ് താമസിക്കുന്നത്? അത് ഭർത്താവിൻ്റെ ചേട്ടനും ഭാര്യ. എന്നെ ഭാഷ ചോദിച്ച്, ഒന്നുമില്ല, പോര് വരുന്ന ഓരോ വഴിയെ തീർന്നു, വടക്കുന്നുള്ളവർ കൂടോത്രം ചെയ്തെന്നാണ്. ഇങ്ങനെ പേടിക്കരുത്. കൂടോത്രം എന്നാന്നറിയാമോ? കൂടോത്രം ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഒരാളുടെ പേര് പറയാമോ? കൂടോത്രം എവിടെങ്കിലും ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുമോ? ഇല്ല. ലോക്കൽ കൂടോത്രക്കാർ, അതായത് ചെമ്പരത്തി തലയും 2 കോഴിത്തലയും ഒക്കെ വെക്കുന്നവർക്ക് 5000 രൂപയാണ്. വലിയ കൂടോത്രക്കാർക്ക് അവർ GST ബില്ല് തരും, 1 ലക്ഷം രൂപയൊക്കെ. അത്രയും പൈസ നമുക്കിട്ട് അവർ മുടക്കുമോ? അത്രയും പൈസ നമുക്കിട്ട് മുടക്കും? അല്ല, എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. അത്രയും പൈസ മുടക്കാൻ അവർക്ക് വട്ടുണ്ടോ? മുടക്കുമോ? ഇല്ല. അപ്പം പിന്നെ കൂടോത്രം പേടിക്കരുത്. ഇനി കൂടോത്രം ചെയ്താൽ എന്താ പറ്റും? ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതൊക്കെ ഉള്ള ഞാൻ എൻ്റെ കൈ കൊണ്ട് വാരിയ കൂടോത്രത്തിന് കയ്യും കണക്കില്ല, ഒന്നും പറ്റിയിട്ടില്ല. നമ്മളിവിടെ ഉണ്ട് കൃപയാൽ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെ ആവശ്യമില്ലാതെ പേടിക്കരുത്. എല്ലാവരുമായിട്ടും കഴിവതും എന്ത് സൂക്ഷിക്കണം? നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കണം, മതിലുകൾ. അപ്പം തന്നെ നമുക്കിടയിൽ എന്തുണ്ടാകാതിരിക്കാൻ നോക്കണം? നടിച്ചുവരികൾ ഉണ്ടാകാതിരിക്കാൻ നോക്കണം. ഒരാളോട് പിണക്കാണെങ്കിൽ മിണ്ടാൻ ഒക്കുന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് മിണ്ടണം. നാളത്തേനെ വെച്ചുകൊണ്ടിരിക്കാതെ മിണ്ടണം. ശ്വാസം മുട്ടി അന്നേരം ഒരു പെട്ട അങ്ങ് മിണ്ടണം. വരുന്ന അങ്ങ് വരട്ടെ, അല്ലേ? അങ്ങ് മിണ്ടണം. മിണ്ടുമ്പോൾ അതങ്ങ് തീരും. അതോടുകൂടി ആ പ്രശ്നം തീരും. ഇല്ല, നമുക്ക് ശ്വാസം മുട്ടില്ല, അവർക്കും ശ്വാസം മുട്ടില്ല, നടിച്ചുവര് വളർന്നുകൊണ്ടിരിക്കും. അപ്പം നെഹമ്യാവിടെ മതിൽ പണിയുന്നുണ്ട്. മതിൽ പണിയുമ്പോൾ ഓരോരുത്തരും, അത് ഞാൻ വേർപാടെന്ന് പറയുന്നത് കാര്യം പറയുമ്പോഴേ, എന്നെ ഒരിക്കലും എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു. അദ്ദേഹം നല്ലപോലെ മദ്യപിക്കുന്ന ഒരു സഹോദരനാണ്. അപ്പോൾ അദ്ദേഹം എന്നെ ഒരു വട്ടം പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, എന്നെ സ്നേഹത്തോടെ വിളിച്ചു, എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നാ കാര്യം? അത് ഇപ്പോൾ അത്യാവശ്യമായിട്ട് നമ്മുടെ ടൗണിൽ വരെ വരണം. ഞാൻ പറഞ്ഞു, എനിക്ക് നേരെയില്ല, ഞാനിപ്പം വരത്തില്ല, മനുഷ്യനെ മെനക്കെടുത്തിരുന്നു പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇച്ചിരി അടിച്ചിട്ടുണ്ട്. പുള്ളിയോട് പറഞ്ഞു, അങ്ങനെയല്ല, ഉടനെ വരണം, എമർജൻസി ഒരു കാര്യമാണ്, ഇപ്പം വരണം. ഞാൻ ചോദിച്ചു, എന്നാ കാര്യം ചോദിച്ചാൽ പറഞ്ഞു, നിങ്ങളുടെ സഭയിൽ വരുന്ന ഇന്നാലും വെള്ളം കുപ്പി മേടിക്കാൻ ബിവറേജ് കോർപ്പറേഷന് മുമ്പിൽ ക്യൂ നിൽപ്പുണ്ട്, ഇപ്പം വരാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഞാനൊന്നാ ഓർത്ത് വന്നേക്കാം, ഒന്നീ ഇവൻ എന്നെ കാണും, ഒന്നീ മാനസാന്തരപ്പെടും, അല്ല വരാതാകും, ഏതെങ്കിലും ഒന്നും നടക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വരാം, താങ്കൾ ഇങ്ങാരെവിടെ നിൽക്കുന്നത്? എന്നാൽ ഈ പുള്ളി പറയാം, ഞാൻ ആ ക്യൂവിൽ പുറകെ നിൽപ്പുണ്ട്. അപ്പോൾ പുള്ളി പറയുന്നൊരു കാര്യമുണ്ട്, എനിക്കിവിടെ എന്ത് ചെയ്യാം, നിൽക്കാം, പക്ഷെ നീ ഇവിടെ എന്ത് ചെയ്യരുത്, നിൽക്കരുത്. എന്താ കാര്യം? നമ്മൾ വേർപെട്ടവരാണ്. അപ്പം നമുക്ക് പുറത്തോട്ട് എന്ത് വേണം? മതിൽ വേണം, വേണ്ടേ? പുറത്തോട്ട് എന്ത് വേണം? മതിൽ വേണം. പുറത്തുനിന്നൊരു കാര്യം ഇങ്ങോട്ട് കയറരുത്. അവിടുത്തെ കൾച്ചറെല്ലാം ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി. കാരണം നമ്മുടെ ഇടയിൽ കൊരിന്ത്യർ സഭയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ കേസ് പാടില്ല, നമ്മുടെ ഇടയിൽ വിവാഹമോചനമില്ല, നമ്മുടെ ഇടയിൽ ആത്മഹത്യയില്ല, നമ്മുടെ ഇടയിൽ മദ്യപിക്കുന്നവരില്ല, നമ്മുടെ ഇടയിൽ പുകവലിക്കുന്നവരില്ല. ഇത് നമ്മളെ പറ്റിയുള്ള, ദൈവമക്കളെ പറ്റിയുള്ള അടിയുണ്ടാക്കുന്നവരില്ല. കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റ് നമ്മൾ കാക്കണം. കാരണം നമ്മൾ ഇതാ തനിച്ച് പാർക്കുന്ന ഒരു
ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. അതാണ് സെപ്പറേഷൻ. അങ്ങനെ നെഹമ്യാവ് ഇവിടെ മതില് പണിയുകയാണ്. കാരണം മതിലില്ലെങ്കിൽ എല്ലാ കൾച്ചറും ഇങ്ങോട്ട് കയറി വരും. ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു പ്രശ്നം, കൾച്ചറുകൾ എന്ന് പറയാൻ ഒന്നുമില്ല. ഒരു യൂണിവേഴ്സൽ കൾച്ചറിൻ്റെ ലോകത്ത് നമ്മൾ ജീവിക്കുക. ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയ ഇൻവേഷനകത്ത് ചെറിയ നിമിഷങ്ങൾ കൊണ്ട് തന്നെ ലോകത്തിൻ്റെ മുഴുവൻ ചലനങ്ങളും കൊച്ചു ഗ്രാമങ്ങളെ ബാധിക്കുന്ന സോഷ്യൽ മീഡിയ സംവിധാനങ്ങളിൽ മതിലുകളില്ലാതാണ് നാം ജീവിക്കുക. അപ്പോൾ നെഹമ്യാവ് പറയുന്നു, കർത്താവേ, ഞങ്ങൾക്ക് എന്ത് പണിയണം? മതില് പണിയണം. അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഓരോ കുടുംബങ്ങളും അവരവരുടെ അറ്റകുറ്റപ്പണി തീർക്കുകയാണ്. അതാണ് നെഹമ്യായുടെ പുസ്തകത്തിൽ കാണുന്നത്. ഇനിയും ഈ ഇതിലേക്ക് മടങ്ങിപ്പോകാത്ത, അവിടെ തന്നെ അവശേഷിച്ച ഒരു കൂട്ടരുടെ ചരിത്രമാണ് എസ്തേർ പറയുക. അപ്പം നമുക്ക് എസ്തേറിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. എസ്തേറിൻ്റെ പുസ്തകത്തിൽ, വേദപുസ്തകത്തിൽ സ്ത്രീകളുടെ പേരിൽ എഴുതിയിരിക്കുന്ന 2 പുസ്തകങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് എസ്തേറും മറ്റൊന്ന് രൂത്തും. രൂത്ത് ഒരു വിജാതീയ സ്ത്രീയാണ്, മോവാബിയ സ്ത്രീയാണ്. ആരെ വിവാഹം കഴിച്ചു? യഹോദുനായ ഒരാളെ വിവാഹം കഴിച്ചതാണ് ആര്? രൂത്ത്. എന്നാൽ എസ്തേറിൻ്റെ ചരിത്രം, യഹൂദ സ്ത്രീ വിജാതീയനായ ഒരാളെ എന്ത് ചെയ്യുന്നു? കല്യാണം കഴിക്കുന്നു. അതല്ലേ എസ്തേറിൻ്റെ ചരിത്രം. അപ്പോൾ ഈ എസ്തേറിൻ്റെ ചരിത്രത്തിൽ നമുക്ക് നോക്കാം. അഹശ്വേരോശ് രാജാവിൻ്റെ കാലത്ത് 127 പ്രൊവിൻസൻസ്, അതായത് ഹിന്ദുദേശം മുതൽ ഇന്ത്യ ടു എത്യോപ്യ നീണ്ടു കിടക്കുന്ന മഹാരാജ്യത്തിൻ്റെ, മഹാസാമ്രാജ്യത്തിൻ്റെ, പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഉടമസ്ഥനായിരുന്ന അഹശ്വേരോശ് രാജാവ് വലിയൊരു വിരുന്ന് കഴിക്കുകയാണ്. ആ വിരുന്ന് ചെറിയ വിരുന്നല്ല, വലിയ വിരുന്ന് കഴിച്ചു. രാജാക്കന്മാരുടെ വിരുന്നാണ്. ആ വിരുന്നിന് അത് 6 മാസം, അതായത് നോക്കി, അവൻ്റെ സകല പ്രഭുക്കന്മാർ കാണെ എത്ര നാളത്തെ വിരുന്നാണ്? വലിയ കോൺഫറൻസ് കഴിച്ചു. രാജസ്ഥാനിയിരിക്കുമ്പോൾ ഏതാണ്ട് 180 ദിവസം, അതായത് 6 മാസം, 6 × 3 = 18, 6 മാസത്തെ കോൺഫറൻസാണ്. അത് സംഘടിപ്പിച്ചവരെ ഒന്ന് കാണണം. കാരണം നമുക്കൊരു 21 ദിവസം ഉപവാസം നടക്കണേ എന്തോ പാടാണ്. അപ്പോഴാണ് 6 മാസത്തെ താമസിച്ച, അതായത് ഇവരെല്ലാം വരുത്തി അക്കോമഡേഷൻ വിത്ത് ഫുഡ് കോൺഫറൻസാണ്. 180 ദിവസം. ഈ 180 ദിവസത്തിൻ്റെ ഒടുവിൽ വലിയൊരു ദർബാറാണ്. ദർബാർ എന്ന് പറഞ്ഞാൽ എന്താ? ആഡംബരമാണ്. ദർബാർ കഴിയാന്നൊക്കെ പറയത്തില്ലേ. പക്ഷേ പഴയ രാജാക്കന്മാരുടെയൊക്കെ അങ്ങനത്തെ ഹോളുകൾക്ക് പറയുന്നത് എന്താ? ദർബാർ ഹോളെന്ന്. ആഡംബരം കാണിക്കുന്ന വലിയ ഹോൾ. അവിടെ പറയുന്നുണ്ട് വലിയ ശീലകൾ, കുടിക്കാൻ കൊടുക്കുന്നതൊക്കെ പൊൻപാത്രത്തിലാണ്. പിന്നെ വലിയ പൊൻ നൂലുകൾ കൊണ്ടൊക്കെ കെട്ടിയ കസവ മെത്തകളും എല്ലാമായിട്ട് ഇരിപ്പിടങ്ങളും ശീലകളും കർട്ടനും എല്ലാം ഉള്ള വലിയ സംവിധാനം. അത് ഉദ്യാനത്തിലാണ്. അപ്പോൾ അങ്ങനെ അന്നത്തെ കാലത്ത് ഈ പേർഷ്യൻ സുൽത്താൻമാരുടെ ഉദ്യാനത്തിൽ രാജാവിനോടൊപ്പം സന്ധ്യ ചെലവഴിക്കുന്നത് ഒരു വലിയ പദവിയായിരുന്നു അന്നത്തെ. അതിന് പർദീസ എന്നൊക്കെയുള്ളൊരു വാക്കിന് ആ ഒരു സംജ്ഞയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം ഉന്നതമായൊരു കാര്യമാണ് പേർഷ്യൻ സുൽത്താൻമാരുടെ ഉദ്യാനത്തിൽ അവരോടൊപ്പം സന്ധ്യയ്ക്ക് ഉലാത്തുക. അപ്പോൾ അങ്ങനെ അത് വലിയ വലിയ ആൾക്കാർക്കൊക്കെ കിട്ടുന്ന മഹാഭാഗ്യമാണ്. ആ മഹാഭാഗ്യം ഇവർക്ക് കിട്ടുകയാണ്. അങ്ങനെ 7 ദിവസത്തെ വിരുന്ന് കഴിക്കുകയാണ് ഏറ്റവും ഒടുവിൽ, മഹാവിരുന്ന്. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടം പോലെ കുടിക്കാൻ കൊടുക്കാൻ പറഞ്ഞു. എല്ലാവർക്കും കുടിക്കാൻ കൊടുത്തു, ഇഷ്ടം പോലെ. അപ്പോൾ ഇവരുടെ വിരുന്നുകളിൽ വീഞ്ഞുണ്ട്, മദ്യമുണ്ട്, മദ്യം ഒഴുകുകയാണ്. സദൃശവാക്യം നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നു അവിടെ മേശമേൽ അഴുക്കും ഛർദിയൊക്കെ ഉണ്ട്. അതെനിക്ക് ഇഷ്ടമില്ലെന്നാണ് ദൈവം പറയുന്നത്. വിരുന്നുകളിൽ വീഞ്ഞ്, മദ്യപാനം ഇന്ന് ഒരു സോഷ്യൽ ഡ്രിങ്കിങ് ഒരു കുഴപ്പമില്ലാത്ത പാപമായി കാണുന്നൊരു കാലഘട്ടത്തിൽ. അങ്ങനെ 7-ാം ദിവസത്തിൻ്റെ ഒടുവിൽ എല്ലാവരും വിരുന്ന് കഴിക്കുകയാണ്, വീഞ്ഞ് കുടിക്കുകയാണ്. രാജാവും വീഞ്ഞ് കുടിച്ചു. അങ്ങനെയാണ് 11-ാം വാക്യത്തിൽ. 7-ാം ദിവസം വീഞ്ഞ് കുടിച്ച് ആനന്ദമായിരിക്കുമ്പോൾ, കണ്ട 10-ാം വാക്യം, 7-ാം ദിവസം വീഞ്ഞ് കുടിച്ച് എന്ത് ചെയ്യുക? രാജാവ് അടിച്ച് പൂസായി. അപ്പം നമ്മളെ സദൃശവാക്യം പഠിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, രാജാക്കന്മാരെന്ത് ചെയ്യാൻ പാടില്ല? മദ്യപിക്കാൻ പാടില്ല. അതെന്നാ കാര്യം ചോദിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഇവർ. 24/7 പെട്ടെന്നൊരു യുദ്ധമൊക്കെ ഉണ്ടായെങ്കിൽ, യുദ്ധം ഉണ്ടാകുമ്പോൾ പടയാളികളുടെ കയ്യിൽ തോക്കുമൊക്കെ ഉണ്ടെങ്കിലും ഫയർ എന്ന് പറയണമെങ്കിൽ ആര് വേണം? രാജാവ് വേണം. രാജാവ് ഫയർ എന്ന് പറഞ്ഞാലേ ഫയർ ആകത്തുള്ളൂ. ഇയാൾ അടിച്ച് കോൺ തെറ്റി കിടന്നാൽ പിന്നെ ആര് പറയും ഫയറാണ്? ഫയർ എന്ന് പറയാൻ ഒരാൾ വേണ്ടേ? പോലീസുകാരുടെ കയ്യിലെല്ലാം ലാത്തിയുണ്ട്. SFIക്കാർ പിള്ളേരെ ആക്രമിക്കുക, ചാർജ് എന്ന് പറയണമെങ്കിൽ DYSP വേണ്ടേ? ചുമ്മാ കയറി അടിച്ചാൽ പിന്നെ അത് പ്രശ്നമാകത്തില്ലേ? അപ്പം അതുകൊണ്ട്
ഫയർ എന്ന് പറയുന്ന ഒരാൾ കുടിക്കാൻ പാടില്ല. രാജാക്കന്മാരൊരിക്കലും എന്ത് ചെയ്യരുത്? കുടിക്കരുത്. ദൈവദാസന്മാരോ പാസ്റ്റർമാരോ ഉത്തരവാദപ്പെട്ടവരോ ഒന്നും വീഞ്ഞു കുടിക്കരുതെന്നുള്ളതാണ്. കുടിക്കാൻ പാടില്ല. സോഷ്യൽ ഡ്രിങ്കിങ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് മറ്റൊരു കാര്യം. പുള്ളി അടിച്ച് പൂസായിട്ടിരിക്കുമ്പോഴാണ് ഒരാൾ ക്യാൻസറാണ് മരിക്കാൻ തുടങ്ങുക, പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കും? കുഴഞ്ഞു പോകത്തില്ലേ? അങ്ങനെ കുഴഞ്ഞു പോയവരും ഉണ്ട് ദൈവദാസന്മാരുടെ കൂട്ടത്തിൽ എന്നുള്ളത് വേറെ സത്യം. ഇതൊക്കെ ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എങ്ങൊന്നും കിട്ടുന്ന ഒന്നും കുടിക്കരുത്. ഫ്രീ ആയതുകൊണ്ട് എല്ലാം കഴിക്കരുത്. കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഫ്രീ കിട്ടുന്നത് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? കുടിക്കാൻ പാടില്ല. ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എന്ത് ചെയ്യുന്നില്ല? എണ്ണപ്പെടാം. അപ്പോൾ ഇവരിങ്ങനെ അടിച്ച് പുള്ളി കുടിച്ചിരിക്കുമ്പോൾ പുള്ളിയുടെ കൂട്ടുകാരുണ്ട്, നല്ല പേരുകളാണ് വായിച്ച്. ബഹുമാൻ, എന്നിങ്ങനെ രാജധാനിയിൽ സേവിച്ചു നിൽക്കുന്ന മതി. ഇനിയും വരുന്ന പിള്ളേർക്ക് പേരിടണമെങ്കിൽ പറ്റിയ പേരുകളായി കിടക്കുന്നത്. അതായത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്, ആർക്കും ഇല്ലാത്ത പേര് ഗൂഗിളിൽ നിന്നൊക്കെ തപ്പി അതാണ്ട് കിടത്തും. മെഹുമാൻ, അയ്യോ എന്തുമായിരിക്കേ, ബിസ്ത, ഹർബൂന. അപ്പം നമ്മൾ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ അവർ ചോദിക്കുക എവിടെ നിന്നാണ് ഈ പേര്? മഹാരാജാവിൻ്റെ ഷണ്ണന്മാരാണ് ഇതിനൊക്കെ. ബിക്ത, അബക്ത, സേത്ര, എന്തൊക്കെ പേരാണ്. സേത്തർ, കർക്കസ്, അവരെല്ലാം ഉണ്ട്. അപ്പോൾ അവർ ഇരിക്കുമ്പോഴാണ് രാജാവിനൊരു ചിന്ത തോന്നി, വസ്തി രാജ്ഞിയെ കൊണ്ടുവരണം, അല്ലേ? വസ്തി രാജ്ഞിയെ കൊണ്ടുവരണം. എന്ത് കാണിക്കാനാണ്? സൗന്ദര്യം കാണിക്കാനാണ്. അവിടെ സൗന്ദര്യം കാണിക്കേണ്ടതിന് എന്നുണ്ട്. ജനങ്ങൾക്കും പ്രഭുക്കന്മാർക്കും വസ്തി രാജ്ഞിയുടെ സൗന്ദര്യം കാണിക്കേണ്ടത്, അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്? സൗന്ദര്യം അപ്പോൾ വസ്തി വന്നോ? ഇല്ല. അപ്പോൾ ഈ വസ്തിയെ പൊതുവേ ഞാൻ വ്യാഖ്യാനിച്ച് കേട്ടിട്ടുണ്ട്, ഭർത്താവിൻ്റെ കൽപ്പനയെ അനുസരിക്കാത്തത് കൊണ്ട് ദൈവം അവളെ രാജസ്ഥാനത്തുനിന്ന് പുറത്താക്കി എന്ന് പറയുമ്പോൾ പോലും തൻ്റെ സ്ത്രീത്വത്തിന് വില കൊടുത്ത ഒരു സ്ത്രീയുടെ പേരാണെന്ത്? വസ്തി. അങ്ങനെ വസ്തി അവിടുന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ദൈവം തൻ്റെ ചരിത്രം മുമ്പോട്ട് കൊണ്ടുപോവുക. അപ്പോൾ മാറ്റപ്പെടുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഈ ഷണ്ണന്മാർ വന്ന് വീണ്ടും പറഞ്ഞു, നമ്മുടെ സഹോദരിമാർ നമ്മളെ ഒരു തരത്തിൽ അനുസരിക്കുന്നത്. ഇപ്പം രാജ്ഞി അനുസരിച്ചില്ലെന്ന് കേട്ടാൽ മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ തള്ളി കിട്ടുമല്ല. ഒറ്റ ഒരാളിനും ഭർത്താക്കന്മാരെ എന്ത് ചെയ്യത്തില്ല? അനുസരിക്കത്തില്ല. അതുകൊണ്ട് അവൾക്കൊരു പാഠം കൊടുക്കണം. അവളെ പുറത്താക്കാൻ പറഞ്ഞു. അങ്ങനെ അവളെ പുറത്താക്കി കഴിഞ്ഞപ്പോഴാണ് ദൈവം ചരിത്രത്തിൽ ഇടപെടുകയാണ്. ഈ കൂട്ടത്തിൽ ഒരു കുടുംബം ഉണ്ടായിരുന്നു. ആരാ? മോർദേക്കായുടെ ചരിത്രമാണ് ഇനിയും കാണുക. എന്നാൽ ശൂഷൻ രാജധാനിയിൽ 2:5 ബെന്യാമീനായ കീശിന്റെ മകനായ ഷിമിയുടെ മകനായ മതി മോർദേക്കായ് എന്ന പേരുള്ള യഹൂദൻ. മോർദേക്കായുടെ മേപ്പോട്ട് വായിച്ചേ. മോർദേക്കായുടെ അപ്പൻ യായിരിന്റെ അപ്പൻ ഷിമയുടെ അപ്പൻ കീശിന്റെ വലിയ അപ്പൻ ബെന്യാമിൻ, അല്ലേ? എനിക്ക് ഷാള് തന്ന മോടെ പേരനായിരുന്നു. ജോഹാന. മോളെ എല്ലാ റെസ്പെക്റ്റോടെ ചോദിക്കുന്നു. ജോഹാനയുടെ പപ്പയുടെ പേര്? ബിജുവിൻ്റെ പപ്പയുടെ പേര്? പൗലോസിൻ്റെ പപ്പയുടെ പേര്? മോളിപ്പുറത്തിരിക്കുന്ന കുഞ്ഞിൻ്റെ പേരെന്നാ? നന്ദനയുടെ പപ്പയുടെ പേര്? റൻസിയുടെ പപ്പയുടെ പേര്? ബാഹുലേൻ്റെ പപ്പയുടെ പേര്? മോടെ പപ്പയുടെ പേര്? പപ്പയുടെ പേര്? ആ പുള്ളിയുടെ പപ്പയുടെ പേര്? കാർത്തികൻ. കണ്ടോ? അറിയത്തില്ല. ചിരിക്കണ്ട, നിങ്ങൾക്കും അറിയത്തില്ല. അറിയോ? വചനം വായിച്ചിരുന്ന ആൾക്കറിയാവോ? അച്ഛൻ്റെ പേരറിയാവോ? പപ്പയുടെ പേര് തമ്പിച്ചാൻ്റെ പപ്പയുടെ പേര്? ചാക്കുണ്ടെ പപ്പയുടെ പേര്? അറിയത്തില്ല. വയസ്സ് ഇത്രയുമായി. അല്ല, ഒന്ന് ഓർത്ത് വായിക്കുക. പുള്ളിക്കാരത്ത് വലിയ കാര്യത്തിലാണ്. യായിരിൻ്റെ മകൻ, ഷിമിയുടെ മകൻ. ഇത് വലിയ കാര്യമായിട്ടൊക്കെ വായിച്ചിരുന്നത്. സ്വന്തം വല്യപ്പൻ്റെ പേരറിയത്തില്ല കേട്ടോ. പിന്നെ ഈ പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു കാര്യമുണ്ട്. നമ്മൾ ഇത്രയും നാളായിട്ട് ഈ വീട്ടിൽ ചാക്കുണ്ണിയുടെ അപ്പൻ്റെ പേര് മിണ്ടിയിട്ടില്ല. വിസ്മൃതിയിലായി. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയും, ഈ പിള്ളേർക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടല്ലേ.
വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം അവർക്ക് കൊടുത്തിട്ട് അവരെ കെട്ടിച്ച് വിട്ടാൽ പിന്നെ ബാക്കി കൊണ്ട് ഇനിയും വെച്ചേക്കരുത്. നിങ്ങൾ ഒന്നീ വിറ്റ് പാസ്റ്റർ ചെയ്യിപ്പിക്കുക. എന്തെങ്കിലും ദൈവസന്നിധിയിൽ ഒരു ഓർമ്മയുടെ പുസ്തകം കാണും. അല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ ടൂറൊക്കെ പോകണം. ഏതെങ്കിലും ഹോട്ടലിൽ പോയി നല്ലപോലെ കഴിക്കണം. ഇടയ്ക്ക് എറണാകുളത്ത് നല്ലൊരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയി അങ്ങ് റൂം എടുത്ത് താമസിക്കണം. 1 രൂപ പോലും ഇവർക്ക് വെച്ചേക്കരുത്. കാരണം ഇവരെ ഓർക്കാനേ പോകുന്നില്ല. ശരിയല്ലേ? ഓർത്തു പോകും. ഇപ്പോൾ ഓർക്കുമോ? ചാക്കുണ്ണിയുടെ പേര് അറിയത്തില്ല. എന്തും ഇരുന്നാ ബെന്യാമിൻ്റെ മകനായി ആഘോഷമായിട്ടൊക്കെ വായിക്കുന്നത്. പക്ഷേ വല്യപ്പൻ്റെ പേര് നമുക്കറിയാം. ഇത് പറയാൻ കാര്യമുണ്ട്. വംശാവലി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എല്ലാ കുഞ്ഞുങ്ങളും അവിടെ റൂട്ട് കഴിയുമെന്ന് മനസ്സിലാക്കണം. എല്ലാ കുഞ്ഞുങ്ങളും അവരവരുടെ റൂട്ടും ഫാമിലിയും ഒക്കെ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അത് ചെറിയൊരു കാര്യമല്ല. അല്ല മോള് ചിരിക്കണ്ട. അറിയാമോ? ഓ എവിടെ മോക്കറിയാമോ? അറിയത്തില്ല. മഞ്ജു വാര്യറെ അറിയാമോ? അറിയത്തില്ലേ? മമ്മൂട്ടിയുടെ മോൻ്റെ പേരറിയാമോ? അറിയത്തില്ല. മഞ്ജു വാര്യരുടെ ഭർത്താവിൻ്റെ പേരറിയാം ഇപ്പോഴത്തെ? അവൾക്ക് ഭർത്താവുണ്ടോ ഇപ്പോൾ? പോട്ടെ, ഇതെല്ലാം ദൈവം ലൈഫാ. അപ്പം ഞാൻ പറഞ്ഞത് ഇതെല്ലാം അറിയാം. പക്ഷെ ആരെ അറിയത്തില്ല? അപ്പൻ്റെ പേരെന്ത് ചെയ്യത്തില്ല? അറിയത്തില്ല. പക്ഷെ ഇവിടെ വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് വംശാവലിക്ക്. നമ്മൾ ഫാമിലി ലീനേജ് അറിയുന്നത് നല്ലതാണ്. വീട്ടിൽ പോയി ചോദിക്കണം, അച്ചായൻ്റെ പേരനാണ്. അതിനാണ് ഇപ്പം തിരക്കുന്നേ. പ്രിൻസിപ്പാൾ വന്നിട്ട് പറഞ്ഞു എല്ലാവരും വല്യപ്പൻ്റെ അപ്പൻ്റെയും ഒക്കെ പേര് പഠിക്കണം. മാക്സിമം മനസ്സിലാക്കാൻ ശ്രമിക്കണം. അത് നമ്മുടെ ഒരു ആവശ്യമാണ്. അത് ഒരു അനുഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ പേരുള്ളൊരു യഹൂദനുണ്ടായിരുന്നു. അവരെ ഈ പ്രവാസത്തിൽ വന്നവരാ. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ട് പോയ യഹൂദ രാജാവായ യെഖന്യാവോട് കൊണ്ടുപോയിരുന്ന പ്രവാസികളുടെ കൂട്ടത്തിൽ അവനെയും യെരൂശലേമിൽ നിന്ന് കൊണ്ടുപോയി. ഇനിയുമാണ് അവൻ്റെ ചരിത്രം. 7-ാം വാക്യം. അവൻ തന്റെ ചിറ്റപ്പന്റെ മകളായ എസ്തേർ എന്ന ഹദസയ്ക്ക്. അപ്പൊ എസ്തേറിന്റെ ഒറിജിനൽ പേരെന്താ? ഹദസ. അമ്മയപ്പന്മാർ ഇല്ലായകൊണ്ട് അവളെ എന്ത് ചെയ്തിരുന്നു? വളർത്തിയിരുന്നു. ഈ യുവതി രൂപവതിയും സുമുഖിയും ആയിരുന്നു. അവളുടെ അപ്പനും അമ്മയും മരിച്ച ശേഷം മൊർദെഖായി അവളെ തനിക്ക് മകളായിട്ട് എടുത്തു. അപ്പൊ ഈ മൊർദെഖായുടെ ചരിത്രം ഇതിനകത്ത് വരാൻ കാര്യം, ഹദസ എന്നൊരു പെൺകുട്ടിയുണ്ട്. അവൾ അനാഥപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. അനാഥയായിരുന്നു. അവളുടെ അപ്പനും അമ്മയും മരിച്ചുപോയി. പക്ഷെ അവൾ സുന്ദരിയായിരുന്നു. രൂപവതിയും സുമുഖിയുമായിരുന്ന ഒരു പെൺകുട്ടി. മൊർദെഖായുടെ ചിറ്റപ്പൻ്റെ മകളാണ്. അഥവാ അങ്കിളുടെ മെറ്റേണൽ ഓർ പെറ്റേണൽ അങ്കിളാണ് ചിറ്റപ്പൻ, അല്ലേ? അപ്പം മൊർദെഖായ്ക്ക് ഈ പെൺകുട്ടി ആരാ? ബന്ധം പറഞ്ഞ അപ്പൻ്റെ അനിയൻ്റെ മോള് എന്ന് പറഞ്ഞ പെങ്ങളാണ്, കസിനാണ്. നമ്മൾ കസിൻ എന്ന് പറയുന്നതല്ലേ? ഫസ്റ്റ് കസിനാണ്. ഫസ്റ്റ് കസിനായ ഈ പെൺകുട്ടിയെ അഡോപ്റ്റ് ചെയ്തതാണ് ആര്? മകളായിട്ട് എടുത്തു. അപ്പോൾ ലോകത്തിൽ ആദ്യം അഡോപ്ഷൻ നടന്നത് ആരായിരിക്കും? അതിലൊരാൾ ആരാ? മൊർദെഖായി. അത് പിന്നെ പുതിയ നിയമത്തിൽ നമുക്ക് ഈ ദത്തെടുപ്പ് എന്ന് പറയുന്നതൊരു ക്രിസ്ത്യൻ വെർച്യൂ ആണ്. ദൈവം നമ്മെ പുത്രനെ കൂടെ എന്തെടുത്തിരിക്കുക? ദത്തെടുത്തിരിക്കുക. ഈ ദത്തെടുപ്പിൻ്റെ ചരിത്രം നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ അനാഥപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയെ സ്വന്തം മകളായിട്ടെടുത്ത ഒരാളുടെ പേരെന്താ? മൊർദെഖായി. ഇനി ഈ മൊർദെഖായുടെ ചരിത്രം എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാര്യം? സങ്കീർത്തനം 41:1. സങ്കീർത്തനം 41:1. എളിയവനെ ആദരിക്കുന്നവൻ അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വെടിവെക്കും. എല്ലാവരും വാക്യം ചേർന്ന് പറഞ്ഞ്, എളിയവനെ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ ഒന്നുകൂടെ പറഞ്ഞേ. അപ്പോൾ അവിടെ വളരെ കൃത്യമായിട്ട് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് എളിയവനെ എന്ത് ചെയ്യണം? ആദരിക്കണം. എളിയവൻ അവിടെ പറയുന്നത് ചെറിയവരാണ്. ഈ അനാഥരെന്നും ദൗർബല്യപ്പെട്ടവരാണ്. കാരണം അത് ഈ മക്കളെല്ലാം ഓർക്കേണ്ട ഒരു കാര്യമാണ്. മക്കളെപ്പോഴും ഓർത്തണം, ഏത് പ്രായത്തിലും നമ്മുടെ അപ്പനും അമ്മയും മരിച്ചാൽ നമ്മൾ ആരാ? അനാഥ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഞാനൊരു സുവിശേഷ പ്രഭാഷകൻ എന്ന നിലയിൽ ധാരാളം യാത്ര ചെയ്യാറുണ്ട്. മലബാർ, തിരുവനന്തപുരം, കന്യാകുമാരി മണിക്കൂറുകൾ യാത്ര ചെയ്താൽ ചിലപ്പോൾ യോജനം. എൻ്റെ ഒരു സങ്കടം, ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇവരെല്ലാം വിളിക്കും, പാസ്റ്റർ എവിടായി, വിട്ടുപോരണം, നേരത്തെ പോരണം, ട്രാഫിക് കാണും, നിർത്തരുത്. എല്ലാം പറഞ്ഞിട്ട് വഴി നിർത്തരുത്, ഇങ്ങ് വന്നാൽ എല്ലാം റെഡിയാണ്. ഇവർ ബഹളം വെച്ച് വിളിച്ചുകൊണ്ടിരിക്കും. പക്ഷെ തിരിച്ചു പോകുമ്പോൾ ഒരാളും തിരക്കിയിട്ടില്ല.
വളരെ 1, 2, 3 പേര് മാക്സിമം ഈ IC വീട്ടിൽ ചെന്നോന്ന് ചോദിച്ചു കാണും. കാരണം പ്രസവം കഴിഞ്ഞാൽ പിന്നെ അവിടെ ജോലി ചെയ്യും. നമ്മൾ വീട്ടിൽ ചെന്നോന്ന് നോക്കാൻ ആര് കാണും? അപ്പനും അമ്മയല്ലേ ഉള്ളൂ. ഏത് പ്രായത്തിലാണേലും അപ്പനും അമ്മയും പോയാൽ നമ്മൾ അനാഥരല്ലേ. കെട്ടിച്ചു വിട്ട മക്കൾ വീട്ടിൽ വഴക്കുണ്ടായി, ചെറിയൊരു പ്രശ്നം, ഓടി എങ്ങോട്ട് പോകും? എവിടെ പോവും? അപ്പൻ്റെ അമ്മയുടെ അടുത്തോട്ട് ചെല്ലുമ്പം ചോദിക്കും, അവൻ എന്നെ അടി വരാഞ്ഞേ, നീ ഒറ്റയ്ക്കാന്നോടി? ഒറ്റയ്ക്കാ, ഇപ്പം എന്നെ വേണം, അവൻ ഞാൻ തന്നെ ഉള്ളു. എന്നാലും നമുക്ക് എവിടെ പോകാൻ ഇഷ്ടമാണ്? അമ്മയുടെ അടുത്ത്. പ്രത്യേകിച്ച് നമുക്കൊന്നും ഇല്ലെങ്കിലും അപ്പനും അമ്മയും മരിച്ചാൽ നമ്മൾ ആരാ? അനാഥര. അതിന് അഡൽട്ട് ഓർഫൻ എന്നാണ് പറയുന്നത്. ഏത് പ്രായത്തിലാണേലും പ്രായമായിട്ട് അപ്പനും അമ്മയും മരിച്ചാലും നമ്മൾ ആരാ? അഡൽട്ട് ഓർഫനാണ്. എൻ്റെ അടുത്ത് ഒരുപാട് എന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കാണാൻ വന്നു. ഒരു 60 വയസ്സിന് മേളിൽ പ്രായമുണ്ട്. ഞാൻ ചോദിച്ച എന്നാ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, പാഷയൊന്ന് കണ്ട് എൻ്റെ സങ്കടമൊക്കെ ഒന്ന് പറയാൻ വന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിച്ച പുള്ളി പറഞ്ഞു, പാഷക്കറിയാം എനിക്ക് ആരുമില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഭാര്യ? ഭാര്യയുണ്ട്, എനിക്ക് ആരുമില്ല. മക്കളൊക്കെ ഉണ്ട്. അപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞു, 90 വയസ്സുള്ള അപ്പച്ചനും അമ്മച്ചിയും അടുത്തിടയ്ക്ക് മരിച്ചുപോയി. അപ്പോഴാണ് പുള്ളിക്ക് ജീവിതത്തിൽ തോന്നുന്നത് എനിക്ക് ആരുമില്ല. അപ്പം സത്യത്തിൽ നമ്മൾ എന്നും അനാഥരാകാതിരിക്കുന്നത് ആരുള്ളപ്പോഴാണ്? അപ്പനും അമ്മയുള്ളത്. അതുകൊണ്ട് അവർ മരിക്കാതിരിക്കാനും അവർ ആരോഗ്യത്തോടെ ഇരിക്കാനും അവർ ഓർമ്മയോടെ ഇരിക്കാനും പ്രാർത്ഥിക്കണം. കാരണം അവരില്ലെങ്കിൽ നമ്മൾ ആരാ? അനാഥര. ഞാനതെല്ലാ മക്കളോടും പറയും. ഇന്നത്തെ ഈ മക്കൾക്കൊരു പ്രശ്നമുണ്ട്, പൊതുവേ കാണുന്ന പ്രശ്നം. ഇവർ 4 മണിക്ക് വരണം. ഇവർ 4:30 അപ്പുറം പോകത്തില്ലെങ്കിൽ 4:30 ആകുമ്പോഴത്തേന് ആർക്ക് ടെൻഷനാകും? ഇവർ 4:30 ആകുമ്പോഴത്തേന് ഇവർ വലിയ പിള്ളേരൊക്കെയാണ്, പക്ഷെ ആർക്കും ടെൻഷനാകും? അമ്മയ്ക്ക് ടെൻഷൻ. അപ്പം അമ്മ എന്തോ ചെയ്യും? വിളിക്കുമ്പോൾ ഇതുങ്ങൾ എടുക്കത്തില്ല. അപ്പോൾ അവരോട് ചോദിച്ചാൽ എന്നാടി എടുക്കാൻ? ഞാൻ സൈലൻ്റ് ആയിരുന്നു. ഇവരുടെ ഫോൺ സൈലൻ്റ് ആകുമ്പോൾ അമ്മ എന്താകും? വയലൻ്റ് ആകും. ഇവർ സൈലൻ്റ് ആയപ്പോൾ അമ്മ എന്തായി? വയലൻ്റ് ആകുമ്പം അമ്മ എന്തോ വിളിക്കും? കൂട്ടുകാരെ വിളിക്കും. കൂട്ടുകാരെ കിട്ടിയില്ലെങ്കിൽ അവരുടെ അമ്മയെ വിളിക്കും. അപ്പോഴത്തേനും ഇത് ചവിട്ടിക്കുലിക്ക് ഒരു വരവുണ്ട്. എന്തിനാ വിളിച്ചെന്നെ കളിയാക്കി? എൻ്റെ കൂട്ടുകാരെ വിളിച്ചേക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നെ കുളിച്ചു കുഞ്ഞ. അപ്പം ഇവരോടൊക്കെല്ലാം അറിയേണ്ട ഒരു കാര്യം, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുഞ്ഞ് അഡോപ്റ്റഡ് ആയിട്ടുള്ളൊരു കുഞ്ഞായിരുന്നു. ഷി വാസ് അഡോപ്റ്റഡ്. അവിടെ അമ്മ മരിച്ചു, അപ്പനും മരിച്ചു. ഇന്ന് BSc നേഴ്സിംഗ് ഫസ്റ്റ് ഇയറാണ്. അന്ന് തൊട്ട കുഞ്ഞ് എൻ്റെ കൂടെ ഉണ്ട്. ഒരമ്മാച്ചൻ എല്ലാ കാര്യവും തിരക്കും. നാളിതുവരെ ഒരു വ്യക്തി എങ്ങനെയുണ്ടെന്ന് വിളിച്ചു ചോദിച്ചിട്ടില്ല. ഒരമ്മാച്ചനെ വിളിച്ചു. ഒരമ്മാച്ചനെല്ലാം ടേക്ക് കെയർ ചെയ്യുന്നു. ഞാനെല്ലാ മക്കളോടും പറയാം, അപ്പനും അമ്മ ഉള്ള കാലത്തോളം കാത്തിരിക്കത്തുള്ളൂ. കാത്തിരിക്കാത്ത നമ്മൾ ചിലപ്പോൾ ഈ ചവിട്ടിക്കുലിക്കൊക്കെ ചെല്ലും. പക്ഷേ ഓർത്തോണം, ഇവരില്ലേ പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ ആരാ ഗേറ്റ് തുറക്കുന്നത്? ആരാ വന്നോ തിരക്കുന്നത്? എവിടായും ചോദിക്കുന്നത്? നമുക്കിപ്പോൾ എവിടായും ചോദിക്കുമ്പോൾ ശല്യം എന്നൊക്കെ തോന്നിയാലും പിന്നെ ഇവരില്ലാതെ വരുമ്പം ഫോൺ നിശബ്ദമാണ്. അപ്പോഴാണ് നമ്മൾ ഓർക്കുക, തിരക്കാൻ ആരുമില്ലല്ലോ. എൻ്റെ അപ്പം മരിച്ചുപോയി 2017. 2010 അമ്മ മരിച്ചു. അപ്പോൾ ഞാൻ അന്നും ഈ ലേറ്റ് നൈറ്റാണ്, നമ്മളിങ്ങനെ കറങ്ങി നടക്കും. മോശപ്പെട്ട രീതിയിലല്ല, സുവിശേഷ വേലയുടെ ഭാഗമായിട്ട്. അന്ന് എൻ്റെ ഒരു ബൈക്കുണ്ട്, പിന്നെ ഒരു ജീപ്പുണ്ട്. എൻ്റെ ബൈക്കിൻ്റെയോ ജീപ്പിൻ്റെയോ ശബ്ദം റോഡിൽ കേൾക്കുമ്പോൾ 100 കണക്കിന് വണ്ടി പോകുന്ന റോഡാണ്. പക്ഷെ എൻ്റെ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ എൻ്റെ അമ്മ കഥ ഉറക്കുമായിരുന്നു, വിളിക്കണ്ട. അമ്മ മരിച്ചു കഴിഞ്ഞാൽ അപ്പനിങ്ങനെ കാത്തിരിക്കും. എത്ര വയ്യായെങ്കിലും ഇടയ്ക്ക് അവസാനമൊക്കെ ആയപ്പോഴത്തേനും ഓക്സിജൻ വേണമായിരുന്നു. പക്ഷെ അപ്പനിങ്ങനെ നോക്കിയിരിക്കും. 12 മണിയൊക്കെ ആകുമ്പം വിളി വരും, എവിടെ ആയെന്ന്. 1 മണി വരെയൊക്കെ ആകുമ്പോൾ എൻ്റെ വണ്ടി അകത്ത് കയറുമ്പോൾ 1 2 ആ ക്യാൻവാസ് കസേര ഇങ്ങനെ കാണും. എൻ്റെ വണ്ടിയുടെ വെട്ടം കാണുമ്പോൾ പതുക്കെ എഴുന്നേറ്റ് പോവും. അപ്പോൾ ഈ കൈലിയൊക്കെ ഇങ്ങനെ ഊർന്നു പോവും. അതൊക്കെ പിടിച്ചുകൊണ്ട് പതുക്കെ കൊണ്ടുപോകും. അതുവരെ നോക്കിയിരിക്കുക. ഞാൻ സത്യം പറയും, ഇന്ന് വരെ പപ്പ രാത്രി എവിടെ ആയെന്ന് പിള്ളേർ വിളിച്ച് തിരക്കാറില്ല. ഭാര്യ നോക്കിയിരിക്കും. സത്യത്തിൽ അപ്പനും അമ്മയും എന്ത് ചെയ്യത്തുള്ളൂ? കാത്തിരിക്കത്തുള്ളൂ. അതുകൊണ്ട് കുഞ്ഞുങ്ങളെല്ലാം പ്രാർത്ഥിച്ചോണം. കെട്ടിച്ച വിട്ട വീട്ടിൽ നിന്നാണേലും ഓടി വരണമെങ്കിൽ ആര് വേണം? അമ്മ വേണം. വേണ്ടേ? അമ്മയില്ലെങ്കിലോ? ഞാനിപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യമാണ്, അമ്മയില്ലെങ്കിലോ? എൻ്റെ അപ്പനും അമ്മയും കഴിക്കുന്ന കൃത്യമായ മരുന്നുകളുടെ മുഴുവൻ വിവരം അറിയാവുന്നവരൊന്ന് കൈപൊക്കിക്ക്. 1 ഇല്ല, കണ്ടോ? കൃത്യം മരുന്ന് അപ്പനും അമ്മയും മരുന്ന് കഴിക്കുന്നുണ്ടോ? ഏതൊക്കെ മരുന്നാണ് കഴിക്കുന്നത്? അറ്റാവാസ് 10, റൊസാവാസ് 5,
ഗ്ലൈസിഫേജ് 1 ഗ്രാം, ഞാൻ പറയാം. കണ്ടോ, കൃത്യം അപ്പനും അമ്മയും കഴിക്കുന്ന മരുന്ന് അറിയാവുന്ന എത്ര പേരുണ്ട്. ഈ മരുന്നൊന്ന് മാറിപ്പോയാൽ ഷുഗർ താണു പോയാൽ അപ്പം തത്തുപോത്തില്ലേ. അപ്പോൾ എത്ര ഡോസ് എടുത്തു എന്നൊക്കെ ഒന്ന് അറിയണ്ടേ. അപ്പം എല്ലാവരും ഓർക്കപ്പെടേണ്ടത് ഇതൊരു ഭാഗ്യമാണ്. ഈ പുണ്യം ഇപ്പോഴേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അനാഥ. പക്ഷേ ഇവിടെ എനിക്ക് മൊർദെഖായിയോടൊരു ഇഷ്ടമുള്ളത്, മൊർദെഖായി കസിനെ പൊന്നു പോലെ കൊണ്ടാടും. 100 കണക്കിന് കുഞ്ഞുങ്ങളുടെ ചരിത്രം എൻ്റെ ഹൃദയത്തിലുണ്ട്. ഒരു എക്സാജറേഷനല്ല. ഒത്തിരി കുഞ്ഞുങ്ങളും ആദ്യമായിട്ട് അബ്യൂസ്ഡ് ആക്കപ്പെട്ടിരിക്കുന്നത് പലപ്പോഴും കസിൻസിൽ നിന്നാണ്. അത് സത്യമാണ്. കസിൻസിനാൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള ഒരു പക്ഷേ പ്രായമായവരോട് നിങ്ങൾ ചോദിച്ചു, കസിൻസ്. അതുകൊണ്ടാണ് പണ്ടൊക്കെ നമ്മൾ പിള്ളേരെ എല്ലാം ഇവിടെ വിടുമായിരുന്നു, കിടക്കാൻ അമ്മ വീട്ടിലൊക്കെ വിടുമായിരുന്നു. ഇപ്പം വിടുവോ? നിവൃത്തിയുണ്ടെങ്കിൽ എന്ത് ചെയ്യത്തില്ല, വിടത്തില്ല. വിട്ടാലും നമ്മൾ ഉറപ്പാക്കുക അവരുടെ കൂടെ ഒന്നും ആൺപിള്ളേരുടെ കൂടെ ഒന്നും കസിൻസിൻ്റെ കൂടെ ഒന്നും കയറി എന്ത് ചെയ്യരുത്, കിടക്കരുതെന്ന് പറയത്തില്ലേ. ദൂരമുള്ളവരെല്ലാം പറയും, നിവൃത്തിയുണ്ടെങ്കിൽ പറയും. എന്താ ദുരുപയോഗം ചെയ്യുമെന്നുള്ള സത്യമാണത്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ട ഈ മനുഷ്യനെ, കസിനായ ഒരു പെൺകുട്ടി അനാഥയാണ്. അവളെ ഒരു പോറല് പോലും ഏൽപ്പിക്കാത്തൊരു മനുഷ്യൻ്റെ ചരിത്രം വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. ആ പെൺകുട്ടിയെ പൊന്നുപോലെ മകളായിട്ട് കൊണ്ടുനടന്ന ഒരുവൻ്റെ പേര്. അന്നത്തെ കാലമാണ്. അനാഥയായ ഈ പെൺകുട്ടിയെ മിസ്യൂസ് ചെയ്താൽ ആരെങ്കിലും ചോദിക്കാനും പറയാനും ഉണ്ടോ? പക്ഷെ തനിക്കറിയായിരുന്നു അനാഥർക്ക് വേണ്ടി ചോദിക്കാൻ മുകളിലൊരാളുണ്ടെന്ന്. അതുകൊണ്ട് അനാഥയായ ഒരു പെൺകുട്ടിയെ എടുത്തു വളർത്തിയ ഒരാളുടെ ചരിത്രമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നാം പഠിക്കുന്നത്. പേരെന്താ? മൊർദെഖായി. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും പഠിക്കുമ്പോൾ ഈ ചരിത്രം നമുക്ക് തരുന്നൊരു പാഠമുണ്ട്. ദൈവം ആരുടെ ദൈവമാണ്? അനാഥരുടെ ദൈവമാണ്. വിധവമാരുടെ കാന്തനാണ്, അല്ലേ? അനാഥരുടെ ദൈവവും വിധവയുടെ കാന്തനും. എസ്തർ എന്ന ഹദസയെ മകളായിട്ടെടുത്ത ഒരു മനുഷ്യൻ്റെ ചരിത്രമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നാം കാണുക. അങ്ങനെ ആ ചരിത്രത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ഈ പുതിയ ഒരു രാജ്ഞിയെ എടുക്കുന്ന അറിയിപ്പ് വന്നപ്പോൾ ഇവളെ തനിക്ക് അവിടെ ബയോഡേറ്റ കൊടുക്കുന്നു. ആ യുവതിയെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ കൊണ്ടുവരുന്നു. 12-ാം വാക്യം, 2-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ. ഓരോ യുവതിക്ക് 12 മാസം സ്ത്രീജനത്തിന് വേണ്ടിയുള്ള നിയമപ്രകാരം ചെയ്ത് കഴിഞ്ഞ ശേഷം 6 മാസം മൂർത്തൈലവും 6 മാസം സുഗന്ധവർഗവും സ്ത്രീകൾക്ക് ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള മറ്റു വസ്തുക്കളും കൊണ്ട് അവരുടെ ശുദ്ധീകരണ കാലം തികയും. ഇത് ഭയങ്കരമായിട്ട് തന്നെ ഒരു രാജാവിന്റെ മുമ്പിൽ കൊണ്ടു നിർത്താൻ വേണ്ടി 6 മാസം വെച്ചുള്ള ശുദ്ധീകരണമാണ്. 6 മാസം വെച്ചുള്ള വലിയ ഒരുക്കമാണ്. ഇത് കഴിഞ്ഞിട്ടാണ് അവളെ കൊണ്ടു നിർത്തുന്നത്. എവിടെ? രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുപോകുന്നു. അങ്ങനെയെങ്കിൽ ഒരു ലോകത്തിലെ 127 സംസ്ഥാനങ്ങളിലെ അധിപനായിരുന്ന അഹശ്വേരോശ് രാജാവിൻ്റെ മുമ്പിൽ പോയി നിൽക്കാൻ 6 മാസം വരെയുള്ള ഈ സുഗന്ധതൈലം വെച്ചുള്ള ഒരുക്കം ആവശ്യമാണെങ്കിൽ ഇനി നമ്മളെല്ലാം പോയി നിൽക്കേണ്ട ഒരു രാജാവുണ്ട്. അവിടെ പോയി നിൽക്കാൻ നമ്മൾ എന്തുമാത്രം ഒരുങ്ങണം. അതിനാണ് ഈ ഉപവാസ പ്രാർത്ഥന. എന്തിനാ? നമ്മളെ ഒരുക്കാനാണ്. തൻ്റെ കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കണം. കറ, ചുളുക്കം, മാട്ടം, മാലിന്യം ഒന്നുമില്ലാതെ ഒരുങ്ങണം. ഹല്ലേലൂയ. ഒരുങ്ങിയിട്ടുണ്ടോ നീ മനമേ? ഒരുങ്ങിയിട്ടുണ്ടോ? പ്രിയൻ വരവിനായിട്ട് ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ച് ഒരുങ്ങി നിൽക്ക. പ്രിയൻ വരുവതിൻ താമസം ഏറെയില്ല. അപ്പം ഞാനും നിങ്ങളും എല്ലാം ഒരുങ്ങണം. ആര് വരാറായി? കർത്താവ് വരാറായി. ഒരുങ്ങണ്ടേ. ഓരോ ദിവസവും വചനത്താൽ, ഇപ്പോൾ കേട്ട വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരായി തന്നിരിക്കും. അതുകൊണ്ട് ഒരുങ്ങണം. ഹല്ലേലൂയ. ഒരുങ്ങാനുള്ളൊരു അവസരമാണ് ഈ വിശുദ്ധ കൂട്ടായ്മകൾ. ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഒരുങ്ങണം. എന്താണ്? നമ്മുടെ ജഡീകതകളെ എല്ലാം ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ വെച്ച് പരിശുദ്ധാത്മാവിനാൽ ഒരുക്കപ്പെടുമ്പോഴാണ് തൻ്റെ കാന്തയ്ക്ക് സൗന്ദര്യം കൂടുക. വിശുദ്ധിയാണ് ആ സൗന്ദര്യം. അതുകൊണ്ട് ഒരുങ്ങണം. അങ്ങനെ ഒരുങ്ങി അവൾ പോവുകയാണ്. പക്ഷെ അവിടെ അതിൻ്റെ 12-ാമത്തെ വാക്യം 2-ാം ഭാഗത്ത് കാണുന്നു. ശുദ്ധീകരണകാലം തികയുമ്പോൾ ഓരോരുത്തിക്ക് അഹശ്വേരോശ് രാജാവിൻ്റെ സന്ധി ചെല്ലാൻ മുറ വരുമ്പോൾ ഓരോ യുവതി രാജസന്ധി ചെല്ലും. 13-ാം വാക്യം. അന്തഃപുരത്തിൽ നിന്ന് രാജധാനിയോളം തന്നോടുകൂടി കൊണ്ടുപോകേണ്ടതിന് അവൾ ചോദിക്കുന്ന സകലവും അവൾക്ക് കൊടുക്കും. അവൾ ചോദിക്കുന്ന സകലതും അവൾക്ക് എന്ത് ചെയ്യും? കൊടുക്കും. എന്നാൽ 15-ാം വാക്യം. എന്നാൽ മൊർദെഖായി തനിക്ക് മകളായിട്ടെടുത്തിരുന്ന അവന്റെ ചിറ്റപ്പൻ അബിഗയിലിന്റെ മകളായ എസ്തേറിന് രാജസന്ധി ചെല്ലുവാൻ മുറ വന്നപ്പോൾ അവൾ രാജാവിന്റെ ഷണ്ണനും അന്തപുര പാലകനുമായ ഹെഗായി പറഞ്ഞത് മാത്രമല്ലാതെ ഒന്നും ചോദിച്ചില്ല.
എന്നാൽ എസ്തേറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നി. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അവള് പോകുമ്പോൾ എന്തും ചോദിക്കുക, അങ്ങനെയാണ് പറഞ്ഞിരിക്കുക. അവൾക്ക് മുറ വരുമ്പോൾ അവൾ ചെല്ലേണ്ടതിന് ചോദിക്കുന്ന സകലതും അവൾക്ക് എന്ത് ചെയ്യും, കൊടുക്കും. പക്ഷെ ഈ പെൺകുട്ടി എന്ത് ചെയ്തില്ല, ഹേഗായി പറഞ്ഞതല്ലാതെ ഒന്നും ചോദിച്ചില്ല. പക്ഷെ അവളോടൊരു എല്ലാവർക്കും ഒരു സ്നേഹം തോന്നുമെന്നാണ്. കണ്ടപ്പോൾ അവളോട് എന്ത് തോന്നും, പ്രീതി തോന്നും, ഒരു പ്രത്യേക ഐശ്വര്യം ഉണ്ടാകും. ഈ ഐശ്വര്യത്തെയാണ് പത്രോസ് പറയുന്നത്, അങ്ങനെയല്ലോ വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച്. എന്താ സൗന്ദര്യം? അവരുടെ അലങ്കാരം പൊന്നണിയുന്നതും വിലയേറിയ വസ്ത്രം ധരിക്കുന്നതും അല്ല, പിന്നെന്താ, സൗമ്യതയും സാവധാനതയും എന്നുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ ഇവയാലല്ലോ വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ചു. അപ്പോൾ ഈ സ്ത്രീക്ക് എന്തും ചോദിക്കായിരുന്നു. പക്ഷേ ഈ സ്ത്രീ ഒന്നും എന്ത് ചെയ്തില്ല, ചോദിച്ചില്ല. അവളോട് കൊണ്ടുപോകണമെന്ന് ഹേഗായി ആവശ്യപ്പെട്ടതല്ലാതെ ഒന്നും എന്ത് ചെയ്തില്ല, കൊണ്ടുപോയി. നമുക്കറിയാം ഇതൊരു കൺസ്യൂമറിസ്റ്റിക് സൊസൈറ്റിയാണ്. സാധനങ്ങൾ വാങ്ങിക്കൂട്ടാൻ താല്പര്യമുള്ള ഒരു കൂട്ടമാണ്. അതൊരു പരമാർത്ഥമായ കാര്യമാണ്. പണ്ടും വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു, ഇന്നും വെള്ളപ്പൊക്കം ഉണ്ട്. ഇതിലും വലിയ വെള്ളപ്പൊക്കങ്ങൾ അന്ന് വന്നിട്ടുണ്ട്. സത്യത്തിൽ ഇന്ന് വെള്ളപ്പൊക്കം കുറവാണ്, ഡാമൊക്കെ ഉള്ളതുകൊണ്ട്. വെള്ളപ്പൊക്കം നാച്ചുറൽ ഒരു ക്ലീനിങ് പ്രോസസ്സാണ്. പക്ഷേ വെള്ളപ്പൊക്കം അപകടമാകുന്ന എപ്പോഴാണെന്നറിയാം? വെള്ളപ്പൊക്കം അപകടമായത് മതിലുകൾ ഒത്തിരി വന്നപ്പോഴാണ്. അന്നേരം വെള്ളം പൊങ്ങി ഒഴുകാൻ സ്ഥലമില്ലാതായി. നമ്മൾ തോടുകൾ നികത്തി, നീർത്തോടുകളും കണ്ടങ്ങളും എല്ലാം മണ്ണിട്ട് മൂടി. മറ്റേ വെള്ളം ഇങ്ങനെ പൊങ്ങാൻ താമസിക്കും. രണ്ടാമത്തെ ഒരു പ്രശ്നം, മനുഷ്യർക്ക് സാധനങ്ങൾ കൂടി. ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊണ്ട് നമ്മുടെ വീടുകൾ നിറഞ്ഞു. നമ്മൾ ഈ വാങ്ങിക്കൂട്ടുന്നതിന് ഇഷ്ടമുള്ളവരാണ് പൊതുവെ മനുഷ്യൻ. മതി എന്ന് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ചോറ് നമുക്ക് കുറച്ച് ഇപ്പോഴത്തേന് എന്ത് ചെയ്യാം, മതി. ഭക്ഷണം മാത്രമേ ഉള്ളൂ മതി എന്ന് പറയാൻ കഴിയും, നിറഞ്ഞ്. പക്ഷേ മനുഷ്യന് വാങ്ങിക്കൂട്ടാനുള്ള ഒരു ത്വരയുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ജനറേഷൻ ആർഭാടത്തിൻ്റെ ഒരു രചന. iPhone 14 കയ്യിലുണ്ട്. iPhone 17 ഇറങ്ങിയപ്പോൾ എന്ത് വേണം? ഒന്നുമില്ല, ഈ 14 കേടാകുന്ന വരെയെങ്കിലും അതൊന്ന് ഉപയോഗിച്ചാൽ നല്ലതാണ്. പക്ഷേ എല്ലാവർക്കും ആയതുകൊണ്ട് നമുക്കും വേണമെന്നുള്ള ഒരു ത്വരയാണ്. ഞാൻ ഒക്ടോബർ 2 ഗാന്ധി ജയന്തിക്ക് എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടു. ക്രിസ്തു എങ്ങനെയാണ് ഗാന്ധിയെ സ്വാധീനിച്ചെന്നുള്ളതിനെ പറ്റി ഒരു പ്രഭാഷണം നടത്തണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറേ വായിച്ചു, കുറേ പേരെ കണ്ടു, കുറേ ആർട്ടിക്കിൾ എടുത്തു, കുറേ പുസ്തകം വാങ്ങിച്ചു, കുറേ വായനയൊക്കെ നടത്തി. ഏതായാലും കുറേ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു. കുറേ കാര്യങ്ങൾ നമുക്ക് യോജിക്കാനും വിയോജിക്കാനും ഒക്കെ ഒത്തിരിയുണ്ട്. ഏതായാലും അതിനകത്ത് ഒരു ആശയം എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഏത് സാധനം മേടിച്ചാലും ചോദിക്കണം, നമ്മളിപ്പോൾ ഒരു പുതിയ സാധനം മേടിക്കുമ്പോൾ ചോദിക്കണം, ക്യാൻ ഐ മാനേജ് വിത്തൗട്ട് ദിസ് എന്ന് പറഞ്ഞ്. ക്യാൻ ഐ മാനേജ് ഒന്നുകൂടെ പറഞ്ഞ്. അത് പുള്ളിയുടെ ഒരു പ്രിൻസിപ്പളാണ്. എനിക്കത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഞങ്ങൾ എറണാകുളത്ത് വന്നിട്ട് ലുലു പോയി. കുറച്ച് സാധനമൊക്കെ മേടിക്കണമെന്നുണ്ട്. ലുലുവിലെ ഹൈപ്പർ മാർക്കറ്റോട്ട് എൻ്റെ ഭാര്യ കയറിയപ്പം ഞാൻ പറഞ്ഞു, മേടിച്ചോ സാധനങ്ങൾ, പക്ഷേ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ GP ചെയ്യാം. പക്ഷെ വിത്ത് എ കണ്ടീഷൻ, ഗാന്ധിജിയെ ഞാൻ വായിച്ചായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, അവളിതൊന്നും കേട്ടില്ല, നമ്മുടെ പ്രസംഗത്തിൻ്റെ കൂടെ ഒന്നും ഇല്ല. എന്താണാവോ, ഏത് സാധനം എടുത്താലും ചോദിക്കണം, ക്യാൻ ഐ മാനേജ് വിത്തൗട്ട് ദിസ്. 2 വട്ടം ചോദിച്ചിട്ട് മേടിച്ചോളാൻ പറഞ്ഞു. ഇവൾ കയറി 1.5 മണിക്കൂർ അതിനകത്തൂടെ മേഞ്ഞ് നടന്നിട്ട് ഒന്നും മേടിക്കാതെ തിരിച്ചു വന്നു. എന്നിട്ട് ഇറങ്ങി വന്ന പെണ്ണ് പറഞ്ഞു, ലുലു വഞ്ഞപ്പോഴാണ് ഒരു ഫിലോസഫി. ദേഷ്യം വന്ന ഇപ്പോൾ എന്നോട് തിരിച്ചൊരു ചോദിച്ചു, ക്യാൻ യു മാനേജ് വിത്തൗട്ട് മീ എന്ന് ചോദിച്ചു. അപ്പം ഉള്ളത് പറഞ്ഞാൽ പല കാര്യങ്ങളും 2 വട്ടം ചോദിച്ചാൽ നമുക്ക് വേണോ, വേണ്ട. മിതത്വം എന്ന് പറയുന്ന ഒരു സൗന്ദര്യം, മിതത്വം ഒരു സൗന്ദര്യമാണ്. എസ്തേറിന് മിതത്വമുള്ള സ്ത്രീയായിരുന്നു. പക്ഷെ അവളെ കണ്ടവർക്കെല്ലാം അവളോട് എന്ത് തോന്നി, പ്രീതി തോന്നി. ലാളിത്യത്തിനൊരു സൗന്ദര്യമുണ്ട്. ആർഭാടത്തിനാണോ സൗന്ദര്യം, ലാളിത്യത്തിനാണോ? ലാളിത്യത്തിനാണ് സൗന്ദര്യം. അത് ദൈവമക്കൾക്ക് ഉണ്ടാകണം. നമ്മൾ ഇത്രയും ആവശ്യം വ്യത്യാസമാണ്. അപ്പം നിങ്ങളിത് പറയുമ്പോൾ തന്നെ ഞാൻ പറയാം, എനിക്കൊരു 800 കാറുണ്ടായിരുന്നു, ഞാൻ മാറ്റിയതാണ്. കാരണം ഞാൻ 800 കാറെ എനിക്ക് ഇവിടുത്തെ നടന്നിട്ട് തന്നെ എനിക്ക് മസിൽസ് പാസ്സാണ്. രാവിലെ നമ്മൾ എഴുന്നേക്കത്തില്ല. എൻ്റെ കാര്യം പോട്ടെ, ഓടിക്കുന്ന പിള്ളേരുടെ കട്ട പോകുകയാണ്. രാവിലെ ചിലപ്പം പാലക്കാട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഓടിപ്പിടിക്കത്തില്ല. അപ്പോൾ അവരവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ തെറ്റല്ല. വി ഹാവ് ടു ലീഡ് എ ലൈഫ് വിച്ച് ഈസ് ബേസ്ഡ് ഓൺ നീഡ് അനുസരിച്ചുള്ള മാറ്റങ്ങൾ വേണം. എനിക്കൊരിക്കലും 2 ജോഡി കൊണ്ട് നടക്കാനൊക്കത്തില്ല.
ഞാൻ രാവിലെയും വൈകിട്ടും മീറ്റിംഗ് ഉണ്ടെങ്കിൽ ഇന്നിപ്പം വലിയ ഉടയാഞ്ഞത് കൊണ്ട്, അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടും ചിലപ്പം മാറിയില്ല, വൈകിട്ട് കയറുമ്പം ചുളുങ്ങി നിൽക്കും. അപ്പോൾ അത് ഞാൻ ചുളുങ്ങി ഇവിടെ നിന്നാൽ ഒരു നെഗറ്റീവ് എനർജി ബാധിക്കും. എപ്പോഴും പ്രസംഗ സ്റ്റേജിൽ നിൽക്കുന്നവൻ കൂടിയ വസ്ത്രമല്ല, വൃത്തിയായിട്ട് നിൽക്കണം. അതൊരു പ്രിൻസിപ്പിളാണ്. കുളിച്ചിട്ടേ നിൽക്കാവൂ, നാറരുത്, കഷം മണക്കരുത്. നല്ല പരമാർത്ഥമാണ്. ഉടഞ്ഞു തൂങ്ങി നിൽക്കരുത്. അത് ലാളിത്യമല്ല, വൃത്തിയായിട്ട് നിൽക്കണം. കാരണം അതും ആർഭാടവും തമ്മിൽ ഒന്നാണോ? അല്ല. അപ്പം നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന എപ്പോഴും എന്തായിരിക്കണം? കഴിവതും ലാളിത്യം. ഇപ്പം ഞാൻ പറഞ്ഞ എല്ലാം അങ്ങ് ലാളിത്യത്തിലൂടെ ജീവിക്കണമെന്നൊന്നും അല്ല. പക്ഷെ എന്തോരം ലളിതമാകാമോ അന്തോരം എന്ത് ചെയ്യണം? ലളിതമാകുക. ഇവിടെ ഈ സ്ത്രീ ചോദിച്ചതല്ലാതെ നിർബന്ധിച്ചതല്ലാതെ ഒന്നും എന്ത് ചെയ്തില്ല, എടുത്തില്ല. അപ്പോൾ അവളോട് എല്ലാവർക്കും എന്ത് തോന്നി? പ്രീതി തോന്നി. കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ, ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാതെ ആവശ്യങ്ങളനുസരിച്ച് ജീവിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിൻ്റെ അർത്ഥം ഒരിക്കലും ഒരു ഹോട്ടലിൽ പോയി കഴിക്കരുതെന്നാണോ? അല്ല. പക്ഷേ രാവിലെയും വൈകിട്ട് ഹോട്ടലിൽ പോകരുത്. മനസ്സിനെ വയലിൽ പോകണം. വല്ലപ്പോഴും ടൂർ പോകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. വല്ലപ്പോഴുമേ പോകാം. പക്ഷെ രാവിലെയും വൈകിട്ടും ടൂറല്ല. പിന്നെ പോകണം, വല്ലപ്പോഴും ഒക്കെ ഒന്ന് പോകണം. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു കേട്ടോ. അത് ഞാൻ പറഞ്ഞു. എന്നും പോകാൻ പറഞ്ഞില്ല, വല്ലപ്പോഴും ഒക്കെ പോകണം. ഞങ്ങളുടെ അവിടെ പെരുന്തേനരുവി എന്ന് പറയുന്നിടത്ത് എല്ലാവരും ഉണ്ട്. പക്ഷെ ഞാൻ ഇന്ന് വരെ ശരിക്കും കണ്ടിട്ടില്ല. നമുക്ക് 10 കിലോമീറ്റർ ഉള്ളൂ. നമ്മുടെ ഒരു പ്രശ്നം, നമ്മളിൽ പലതും നമ്മുടെ നാട് എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. ചെറിയ തോതിൽ പോകാവുന്നിടത്തൊക്കെ ഒന്ന് പോകുന്നതും തെറ്റല്ല, ഫാമിലിയായിട്ട് സന്തോഷമല്ലേ. പക്ഷേ ആർഭാടത്തിന് ആരെതിരാണ്? ദൈവമെതിരെ. 2 പിള്ളേർ, ഭർത്താവ്, 3 പേര്. എത്ര മുറി വീട് വേണം? 2 പിള്ളേർ, ഒരു അപ്പനും അമ്മയും 2 പിള്ളേരും. എത്ര മുറി വീട് വേണം? മാക്സിമം 3, അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വന്നാൽ 4. ഗസ്റ്റൊന്നും ഇപ്പോൾ അങ്ങനെ ആരും വരുന്നില്ല. ഗസ്റ്റൊക്കെ ഞങ്ങളുടെയൊക്കെ ദേവദാസന്മാർ ഗസ്റ്റ് വന്ന വീടുകൾ എത്ര ഉണ്ട്? ഏറ്റവും ലാസ്റ്റ് ഗസ്റ്റ് വന്ന് താമസിച്ച വീടൊന്ന് കൈപൊക്കി. കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് പാസ്റ്റർ വീട്ടിൽ വരും, അത് വേറെ. ഒരു മാസത്തിനകത്ത് ഗസ്റ്റ് വന്ന് താമസിച്ച അല്ലാത്തവരൊന്ന് കൈപൊക്കി. ഇല്ല. അതെന്നാ കാര്യം ചോദിച്ചാൽ, പണ്ട് നമ്മൾ അവധിക്ക് അമ്മ വീട്ടിൽ പോകുമായിരുന്നു. ഇപ്പോൾ ഏപ്രിൽ 8 പോയോ? ഇല്ല. അതെന്നാ കാര്യം ചോദിച്ചാൽ, പണ്ട് അമ്മ വീട്ടിൽ പോകുന്നത് അവിടെ അപ്പച്ചനും അമ്മച്ചിയും ഉണ്ട്, അമ്മാച്ചനും അമ്മായിയും ഉണ്ട്. അമ്മാച്ചനും അമ്മാച്ചിയും അമ്മായി ഉണ്ടോ? നമ്മൾ അമ്മാച്ചനും അമ്മായിയാണോ? ആരുടെങ്കിലും അനന്തരന്മാരുടെ അമ്മാച്ചെന്ന് പറഞ്ഞാൽ ആരാ? അമ്മയുടെ ആങ്ങള. ഞാനൊരു അമ്മയുടെ ആങ്ങളെ അമ്മായി ആണെന്നുള്ളവരൊന്ന് കൈപൊക്കിക്ക്. എൻ്റെ ഭർത്താവിന് അനന്തരത്തിമാരും അനന്തരന്മാരും ഉണ്ടെന്നുള്ളവരൊന്ന് കൈപൊക്കിക്ക്. ഉണ്ട്. വന്നോ അവധിക്ക്? വന്നോ? ഇല്ല. വന്നോ ചേച്ചി? ഇല്ല. അതിനാ വരത്തില്ല. പണ്ട് പിള്ളേരെല്ലാം അമ്മ വീട്ടിൽ പോകുമായിരുന്നു. ഇപ്പോൾ എന്നാ പോകാത്തെന്ന് ചോദിച്ചാൽ, ഈ പിള്ളേർ ഇവിടെ വരുമ്പോഴത്തേനും ഇവിടുത്തെ അമ്മായി എവിടെ പോകുമെന്നറിയാം? അവിടെ വീട്ടിൽ പോകും. എന്നെ കൊണ്ടൊന്നും വെച്ചിക്കാൻ വയ്യ. അവിടെ ചെല്ലുമ്പോഴത്തേനും അവിടുത്തെ അമ്മായി എവിടെ പോകും? അവിടെ വീട്ടിൽ പോകും. ആ അമ്മായി അവിടെ വരുമ്പോഴത്തേനും അവിടുത്തെ അമ്മായി എവിടെ പോകും? അവിടെ വീട്ടിൽ പോകും. അതുകൊണ്ടാണ് ഞങ്ങളുടെ പിള്ളേർ റോഡിലിറങ്ങി പാടി, അമ്മായി പൊന്നമ്മായി മരുമോൻ്റെ കൊച്ചമ്മായി കച്ചവടം പൊട്ടിയപ്പം വട്ടായിപ്പോയി. കാരണം അമ്മായി ഇവിടെ ഒന്നും ഇല്ല. ബന്ധുക്കൾ വരുന്ന വീടല്ല. സത്യത്തിൽ അത് നമ്മുടെ ഒരു മനസ്സാണ്. ബന്ധുക്കൾ വരുന്നത്. മനസ്സുള്ള വീട്ടിൽ ആര് വരും? ഗസ്റ്റ് വരും. മനസ്സില്ലാത്ത വീട്ടിൽ ആരും വരത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ ആവശ്യമനുസരിച്ചുള്ളതെല്ലാം വേണം. മാക്സിമം ഒരു 4 മുറി പോരെ. ഇനി സെർവൻ്റ് വേണമെങ്കിൽ അവിടെ ചെറിയൊരു സെർവൻ റൂമും കൂടെ പണിതാൽ പോരെ. അമിത ആർഭാടങ്ങൾ എപ്പോഴും ഒഴിവാക്കിയാൽ ദൈവത്തിന് നമ്മളോടൊരു പ്രീതി തോന്നും. ലാളിത്യത്തിൻ്റെ ഒരു സൗന്ദര്യം. ഞാനതുകൊണ്ട് പറഞ്ഞത് 2 കാര്യങ്ങളാണ് നമ്മുടെ നീഡ് നിശ്ചയിക്കുന്നത്. ഓരോരുത്തരുടെ നീഡ് വ്യത്യാസമാണ്. എൻ്റെ നീടാണോ നിങ്ങളുടെ നീഡ്? അല്ല. അപ്പൊ ഇതിന്റെ മേളിലൊരു കാര്യമുണ്ട്. അവളെ രാജ്ഞിയാക്കുന്നുണ്ട്. കാരണം 17-ാം വാക്യത്തിൽ അവൻ രാജകിരീടം സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ച് സകല കന്യകമാരിലും അധികം കൃപയും പക്ഷവും അവളോട് തോന്നിയിട്ട് അവൻ രാജകിരീടം അവളുടെ തലയിൽ വെച്ച് അവളെ വസ്തിക്ക് പകരം രാജ്ഞിയാക്കി. വസ്തിക്ക് പകരം ഈ അനാഥയായ എസ്തേറിനെ എന്താക്കി? രാജ്ഞിയാക്കി. വിദഗ്ധമുള്ള രാജ്ഞിയാക്കി. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഇനിയും 14-ാം വാക്യത്തിന്റെ 2-ാം ഭാഗ്യം, എസ്തേർ മൊർദെഖായുടെ അടുക്കൽ വളർന്ന പോലത്തെ പിന്നെയും അവന്റെ കൽപ്പന അനുസരിച്ചു പോകുന്നു. ഇവള് രാജ്ഞിയായപ്പോഴും ആരെ അനുസരിച്ചു? മൊർദെഖായി. ഇവള് രാജ്ഞിയായി ഇത്രയും വലുതായി കഴിയുമ്പോൾ ഈ വെറും ഒരു പ്രവാസിയായ മൊർദെഖായുമായിട്ടുള്ള ബന്ധം പോലും ആരും പറയത്തില്ല. പക്ഷെ എനിക്ക് ഈ എസ്തേറിനെ നമ്മൾ എന്തുകൊണ്ടാണ് ഇന്നും ധ്യാനിക്കുക? ഒരു കാര്യം, വന്ന വഴി മറക്കാത്തവളാണ് ആര്?
എസ്തേർ. 2, വളർത്തിയവരെ എന്ത് ചെയ്തില്ല? മറന്നില്ല. എല്ലാവരും പറഞ്ഞ് വന്ന വഴി എന്ത് ചെയ്യരുത്? മറക്കരുത്. 2, വളർത്തിയവരെ എന്ത് ചെയ്യരുത്? മറക്കരുത്. അടുത്തിരിക്കുന്ന ആടെ കരം പിടിച്ചൊന്ന് പറഞ്ഞ് മറക്കാതിരിക്കാനാ. വന്ന വഴി മറക്കരുത്, വളർത്തിയവരെ മറക്കരുത്. ഒന്നുകൂടെ പറഞ്ഞേ, 1-2 പേരോടൊന്ന് പറഞ്ഞേ. വന്ന വഴി എന്ത് ചെയ്യരുത്? മറക്കരുത്. 2, വളർത്തിയവരെ മറക്കരുത്. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, നിങ്ങളെ നടത്തിയവരെ ഓർക്കണം. 2, നടത്തുന്നവരെ അനുസരിച്ച് അവർക്ക് കീഴ്പ്പെട്ടിരിക്കണം. അപ്പം നടത്തിയവരും നടത്തുന്നവരുമുണ്ട്. നടത്തിയവരെയും വളർത്തിയവരെയും ഒരിക്കലും എന്ത് ചെയ്യരുത്? മറക്കരുത്. എൻ്റെ കുഞ്ഞുങ്ങളോടൊക്കെ പറയുകയാണ്, വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ സഭയെ മറക്കരുത്. ഇന്ന് പലതും കാണുന്നത് ഇവിടുന്ന് പോയാൽ പിന്നെ സഭ അവർക്ക് വേണ്ട. തെറ്റാണ്. എന്നാൽ അങ്ങനെ അല്ലാത്തവരുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു സഹിച്ചാലുണ്ട്, എല്ലാ ദിവസവും വിളിച്ച് സഭയുടെ കാര്യം തിരക്കും. അങ്ങനെയുള്ളവരുമുണ്ട്. പക്ഷെ വളരെ അങ്കുലി പരിമിതമാണ്. എപ്പോഴും ഓർത്തോണം, നമ്മളെ വളർത്തിയവരെ ഒരിക്കലും എന്ത് ചെയ്യരുത്? മറക്കരുത്. നമ്മൾ വളർന്ന സഭ, നമ്മൾ വളർന്ന വീട്, നമ്മളെ വളർത്തിയ ഒത്തിരി പേര് കാണും. അവരെയൊക്കെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഓർക്കണം. എസ്തേറിൻ്റെ പ്രത്യേകത, മൊർദെഖായിക്ക് കീഴ്പ്പെട്ടിരുന്നു, എല്ലാം ചോദിച്ചുകൊണ്ടിരുന്നു, അവൻ പറഞ്ഞതൊക്കെ അനുസരിച്ചു. എത്ര വലുതായാലും വളർത്തിയവർക്ക് കീഴ്പ്പെട്ടിരിക്കണം. എത്ര വലുതായാലും വളർത്തിയവർക്ക് എന്ത് ചെയ്യണം? കീഴ്പ്പെടും. പറഞ്ഞേ, എത്ര വലുതായാലും വളർത്തിയവർക്ക് എന്ത് ചെയ്യണം? കീഴ്പ്പെടണം. ഞാൻ ഈ മരുമക്കളോടൊരു ടെക്നിക്ക് പറഞ്ഞുതരാം, പ്രയോജനപ്പെടുമായിരിക്കും നിങ്ങൾക്ക്. അമ്മായിമ്മ എന്ത് പറഞ്ഞാലും നോ എന്ന് പറയില്ലേ. ശരി അമ്മ, ശരി അമ്മ, ശരി അമ്മ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാവൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എന്ത് ചെയ്യാവൂ? ചെയ്യാവൂ. പക്ഷേ ഒരിക്കലും എന്തോ പറയരുത്, നോ പറയരുത്. പറഞ്ഞ് നോ എന്ത് ചെയ്യരുത്? ഓക്കെ അമ്മ എന്ന് പറഞ്ഞാൽ പിന്നെ അമ്മ എന്നാടി, അയ്യോ സോറി അമ്മ, അടുത്ത പ്രാവശ്യം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ ചെയ്യാവൂ. പക്ഷെ അവരോട് തർക്കിക്കാനും വാദിക്കാനും എന്ത് ചെയ്യരുത്? പോകരുത്. അവർക്ക് സന്തോഷമാവൂ? സന്തോഷം. പിന്നെ വാ നിറച്ചൊന്ന് വിളിക്കണം, അമ്മ 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 അമ്മ. പിന്നെ 3ാമത്തെ ടെക്നിക്ക് പറയാം, അവർ കേൾക്കാൻ വേണ്ടി നിങ്ങൾ കേൾക്കുന്നില്ലെന്നുള്ള ചിന്തയിൽ എൻ്റെ അമ്മച്ചിയെ പോലെ നല്ലൊരു അമ്മച്ചിയാണെന്നങ്ങ് പറയാം. അമ്മച്ചി ഫ്ലാറ്റാവും. നോന്ന് എന്ത് ചെയ്യരുത്? പറയരുത്. പക്ഷെ ഇവിടെ മൊർദെഖായി ഇഷ്ടപ്പെട്ടു, എല്ലാത്തിനും എന്ത് ചെയ്തിരുന്നു? കീഴ്പ്പെട്ടിരുന്നു, അനുസരിച്ച് പോന്നു. അപ്പം വളർത്തിയവരെ ഒരിക്കലും എന്ത് ചെയ്യരുത്? മറക്കരുത്. വന്ന വഴി എന്ത് ചെയ്യരുത്? എല്ലാവരും പറഞ്ഞേ, വന്ന വഴി. നാളെ നിങ്ങൾ വലുതാകും, നിങ്ങൾ വലിയ ആൾക്കാരാകും. ഇപ്പം ഞാനും ദൈവദാസനൊക്കെ ഒരു സഭയുടെ ഭാഷ, ചിലപ്പോൾ ഈ പാസ്റ്റേഴ്സൊക്കെ സഭയിൽ നിന്ന് പെട്ടെന്ന് കൃപയൊക്കെ കിട്ടും. ഒരു കൃപയും കൃപാവരവും കിട്ടിയാൽ ഉണ്ടല്ലോ, ഇവർ രണ്ടും ഗൾഫിലൊക്കെ പോയി പ്രവചനമൊക്കെ ഒത്താൽ പിന്നെ നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല. ഉറപ്പായിട്ടും ഞാൻ പറയുക, ഇവരൊരു 5 വർഷത്തേക്കുള്ള ഓടത്തില്ല. ഇവർ ഇപ്പടാന്നോടും. ഈ പലരും 100 മീറ്റർ ഓടി തീർക്കും. എന്തുകൊണ്ടാണെന്നറിയാം? വന്ന വഴി എന്ത് ചെയ്യും? മറന്നു. ഇവർ എയർപോർട്ടിൽ ഇരുന്ന് സ്റ്റാറ്റസ് ഇടുക, ഫസ്റ്റ് ക്ലാസ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. വന്ന വഴി എന്ത് ചെയ്യരുത്? മറക്കരുത്. വളർത്തിയവരെ എന്ത് ചെയ്യരുത്? മറക്കരുത്. അങ്ങനത്തെ ആളായിരുന്നു ആര്? എസ്തേർ. മൊർദെഖായിക്ക് എന്ത് ചെയ്തു? കീഴ്പ്പെട്ടിരുന്നു. ഇനിയും പറയുക, 23-ാം വാക്യം. അവിടെ മുമ്പോട്ട് പോകുന്ന 22-ലാണ്. അവിടെ 2 പേര് രാജാവിനെ കൊല്ലാൻ ഭാവിച്ചു. ആ കാര്യം ആര് കേട്ടു? മൊർദെഖായി കേട്ടു. മൊർദെഖായി അത് എസ്തേറിനെ അറിയിച്ചു. എസ്തേർ അത് ആരെ അറിയിച്ചു? രാജാവിനെ അറിയിച്ചു. രാജാവ് അന്വേഷിച്ചപ്പം ശരിയാന്ന് കണ്ടു. ആ 2 പേരെയും തൂക്കിക്കളഞ്ഞു. ഈ വിവരം ഓർമ്മയുടെ പുസ്തകത്തിൽ, ദിനവൃത്താന്ത പുസ്തകത്തിൽ എന്ത് ചെയ്തു? എഴുതി വെച്ചു. അപ്പം രാജാവിൻ്റെ കയ്യിൽ എന്തോ ഉണ്ട്? ദിനവൃത്താന്ത പുസ്തകം മീൻസ് ഒരു ഓർമ്മയുടെ പുസ്തകം, ഡെയിലി ബുക്കാണ്. അപ്പോൾ ഇത് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമുണ്ട്, ദൈവത്തിൻ്റെ കയ്യിലും എന്തോ ഉണ്ട്? ഓർമ്മയുടെ പുസ്തകമുണ്ട്. അതിനകത്തെല്ലാം ഇത് പിന്നെ രാജാവ് വായിക്കുന്നുണ്ട്. അപ്പം നമ്മളെ കുറിച്ചുള്ള ഓർമ്മയുടെ പുസ്തകം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ഓർക്കാൻ വല്ലതും ദൈവത്തിന് കൊടുക്കണം. വേണ്ടേ? വേണം. ഞാൻ അതിനകത്ത് ഏറ്റവും നല്ലൊരു ഉദാഹരണം പറയാം. 2018 വെള്ളം റാന്നിയെ മൂടി, വല്ലാത്ത വെള്ളമായിരുന്നു. അയ്യോ എന്തോ വെള്ളമായിരുന്നു, നിപ്പിയെല്ലാം പോവുക. അപ്പോൾ ഈ വെള്ളം വരുമ്പോൾ ഞാൻ ടൗണിലുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു സഹോദരൻ്റെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ഈ വെള്ളം അറിഞ്ഞുകൊണ്ട് ടൗണിൽ നിൽക്കുമ്പോൾ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു. അതൊരു വല്ലാത്ത വെള്ളം. അപ്പം ഞാൻ എൻ്റെ കൂടെ കൊച്ചുങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞു വരെ എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ സത്യത്തിൽ വെള്ളം കാണാൻ വേണ്ടി കൊണ്ടുപോയതാണ്. ഈ വെള്ളം കാണാൻ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം ഒരു നൊസ്റ്റാൾജിക് മെമ്മറിയാണ്, വെള്ളപ്പൊക്കമൊക്കെ. അപ്പോൾ ഇവരൊന്ന് കണ്ടോട്ടെന്ന് വെച്ചുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ വെള്ളത്തിൻ്റെ വരവ് കണ്ടപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു, പിള്ളേരെ കൊണ്ട് വീട്ടിൽ വിട്, അല്ല പിന്നെ പണി പാളും. നമ്മൾ ഈ പിള്ളേരുമായിട്ട് നമ്മളത് വഴിയെങ്കിലുമൊക്കെ ചിലപ്പം
ഒരുമാതിരി വെള്ളത്തിൽ പരിചയമുണ്ട്. ഇപ്പം പിന്നെ നീന്താൻ ഒക്കുമെന്ന് അറിയത്തില്ല, ഈ മസിൽ കയറും. അല്ലെങ്കിൽ നമ്മൾ അക്കരെ സ്ഥിരം നീന്തുന്നവരാ. അപ്പം അതുകൊണ്ട് പിള്ളേരെ കൊണ്ട് വിടാമെന്നും വെച്ചുകൊണ്ട് വന്നു. പിന്നെ എനിക്ക് തിരിച്ചു പോകാൻ വയ്യാതെ വന്നു. ഞാൻ ഒത്തിരി ചുറ്റിയാണ്, കാരണം വരുന്നിടത്തെല്ലാം വെള്ളം കയറുക. എനിവേ ആ വെള്ളം നമ്മുടെ ഒത്തിരി വീടുകളെ അഫക്റ്റ് ചെയ്തു. നമ്മുടെ ഒരു സഹോദരൻ തൻ്റെ സാധനമെല്ലാം പറക്കി ടെറസിൻ്റെ മണ്ടയിൽ കയറി. ടെറസിലോട്ട് വെള്ളം കയറുമ്പോൾ ഒരു വള്ളം വന്ന് എല്ലാവരെയും കൊണ്ടുപോയി. ജീവൻ രക്ഷപ്പെട്ടു. അപ്പോൾ ആ കയ്യിലുണ്ടായിരുന്ന പൈസ ഈ വള്ളക്കാരന് കൊടുത്തു. പിന്നെ കയ്യിലൊന്നുമില്ല, എല്ലാം പോയി. 3 ദിവസം കഴിഞ്ഞ് വെള്ളം ഇറങ്ങിയപ്പോഴത്തേന് റാന്നിലുള്ള സകളുടെയും ഫോൺ ഡെഡായി. എല്ലാവരും ചാർജ് ചെയ്ത് ഞങ്ങളുടെ അവിടെ വന്ന് ഞങ്ങൾ ജനറേറ്റർ അടിച്ച് ഇഷ്ടം പോലെ ഇത് കൊടുത്തു. ചാർജ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കി കൊടുത്തപ്പോഴാണ് ആൾക്കാരൊക്കെ ചാർജ് ചെയ്യുന്നത്. എനിവേ എൻ്റെ പ്രിയപ്പെട്ട ഒരു സ്നേഹിതൻ വീട്ടിൽ വന്ന് ചാർജ് ചെയ്ത് ആരോ കൊടുത്ത ഒരു കൈലിയും ഷർട്ടും ഇട്ടുകൊണ്ട് ഒരു സ്കൂട്ടറെ വന്ന് ചാർജ് ചെയ്ത് ഫോൺ ഓണായപ്പോൾ തനിക്ക് ആദ്യം വന്നൊരു കോള്. അപ്പോൾ അദ്ദേഹം ജോലി ചെയ്തത് ബോംബെയിലായിരുന്നു. അപ്പം ബോംബെ ജോലി ചെയ്യുന്ന സമയത്ത് അന്ന് വർഷങ്ങൾക്ക്, അത് 10-35 വർഷം മുമ്പ്, 10-35 വർഷം മുമ്പ് ഇവിടുന്ന് എല്ലാവരും അന്ന് ഗൾഫിലൊക്കെ പോകുന്നത് ബോംബെ ചെന്ന് താമസിച്ചാണ് ഗൾഫിൽ പോകുന്നത്. അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു. കൊച്ചി ഒന്ന് അവിടുന്ന് ബോംബെ ചെന്ന് പിന്നെ എയർപോർട്ടൊക്കെ നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് താമസിച്ചൊക്കെയാണ് പോകുന്നത്. അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ പോലെ അല്ല. അപ്പോൾ അങ്ങനത്തെ കാലത്ത് പുള്ളി അവിടെ ഒരാളെ കണ്ടു. അദ്ദേഹം ഒരു മലയാളിയാണെന്ന് മനസ്സിലായി. ക്ഷീണിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ കൊണ്ടുപോയി താൻ്റെ ഫ്ലാറ്റിലാക്കി. എന്നിട്ട് താൻ തൻ്റെ വീട്ടിൽ പോയി. പിന്നെ അവരുമായിട്ട് നല്ലൊരു ബന്ധമായി. പക്ഷേ അദ്ദേഹം രാത്രി ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, അദ്ദേഹം ഈ അവിടെ കൊണ്ടാക്കിയ പുള്ളിക്കാരന് തീരെ വയ്യ, പനിക്കുന്നു, പുള്ളിക്ക് ഒരു ഇച്ചിരി തീരെ വയ്യാതായി. അപ്പം അദ്ദേഹം പറഞ്ഞ് ഇച്ചിരി കാപ്പി, അദ്ദേഹം ഒരു ഫ്ലാസ്കിൽ കാപ്പി അനത്തി ഇച്ചിരി സാധനമൊക്കെ ആയിട്ട് ആ വീട്ടിൽ ചെന്ന് രാത്രി. അപ്പം ലോക്കൽ ട്രെയിനെ കയറി പോകണം, 1 മണിക്കൂർ എടുക്കും. അദ്ദേഹത്തെ ആക്കിയെടുത്തുനിന്ന് തൻ്റെ വീട്ടിൽ വന്നിട്ട് വീണ്ടും താൻ ചെന്നപ്പോൾ ഇത്രയും താമസിച്ച് എന്നാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത്രയും ദൂരത്തിലാണ് വരുന്നത്. ഇനി ഇപ്പം ഇദ്ദേഹത്തിൻ്റെ അങ്ങ് സങ്കടമായി. ഈ മനുഷ്യൻ തന്നെ ആക്കിയിട്ട് തിരിച്ചു പോയി, വീണ്ടും കാപ്പി അനത്തിക്കൊണ്ട് വന്നു. ഇനിയും തനിക്ക് തിരിച്ചു പോകണം, പിന്നെയും രാത്രി വരണം. അങ്ങനെ അദ്ദേഹം കയറിപ്പോയി. പിന്നെ വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല. അപ്പോൾ അദ്ദേഹം അന്ന് രാത്രി ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയൊക്കെ കൊണ്ടു കൊടുത്തു. അപ്പോൾ ഈ പുള്ളിയുടെ ഫോൺ ഓണാക്കിയപ്പോൾ ആദ്യം വന്ന കോള് ഇന്നാരാണോ? ആണ്. എന്നെ ഓർമ്മയുണ്ടോ? ആരാ? ഞാൻ അന്ന് അവിടെ താമസിച്ച് എന്നെ താമസിപ്പിച്ചു. ഞാൻ പിന്നെ ഗൾഫിൽ വന്നു. ഗൾഫിൽ നിന്ന് ഞാനങ്ങ് അമേരിക്കയിൽ പോയി. ഇപ്പം ഞാൻ അമേരിക്കയിൽ. അപ്പോൾ ആരോ പറഞ്ഞു താങ്കളുടെ വീട്ടിൽ വെള്ളം കയറിയെന്ന്. നേരാണോ? ആ നേരാ. അപ്പോൾ എല്ലാം ഒഴുകിപ്പോയി, എല്ലാം കംപ്ലീറ്റ് വാഷ്ഡ് ഔട്ടാണ്. പക്ഷെ അന്നത്തെ ആ ഫ്ലാസ്കിലെ വെള്ളം തന്ന ആ ഓർമ്മ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പം ഞാനൊരു 75,000 രൂപ എൻ്റെ ഒരു കസിൻ വശം ഇപ്പം കൊടുത്തു വിടും. ഇച്ചിരി കഴിഞ്ഞപ്പം വീണ്ടും അദ്ദേഹം വിളിച്ച് പറഞ്ഞു എന്നെ ഇങ്ങനൊരു അങ്കിള് സഹായിച്ചിട്ടുണ്ടെന്ന് ഞാൻ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിള്ളേരിപ്പം വലുതായി, അവർക്ക് ജോലി കിട്ടി. ആ അങ്കിളിൻ്റെ വീട്ടിലാണ് വെള്ളം കയറിയെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ മക്കളുടെ വകയായിട്ടൊരു 75,000 രൂപയുടെ. അപ്പോൾ 1.5 ലക്ഷം രൂപ ഇപ്പം കൊടുത്തു വിടും. സകലതും പോയി ശൂന്യമായി നിൽക്കുന്ന ഈ മനുഷ്യൻ എൻ്റെ മുമ്പിൽ, ഞാൻ അദ്ദേഹത്തെ അങ്ങനെ കണ്ണു നിറഞ്ഞ് കണ്ടിട്ടില്ല, കണ്ണു നിറഞ്ഞൊരു ചോദ്യം ചോദിച്ചു. ഒരു ഗ്ലാസ് ഫ്ലാസ്കിനെ, ഒരു ഫ്ലാസ്ക് കാപ്പിക്ക് 1.5 ലക്ഷം രൂപയായി 30 വർഷം കഴിഞ്ഞപ്പോൾ. ഒരു ഫ്ലാസ്ക് കാപ്പിക്ക് 1.5 ലക്ഷം രൂപ 30 വർഷം കഴിഞ്ഞപ്പോൾ. എന്താ? ഓർമ്മയുടെ പുസ്തകം. ഓർമ്മയുടെ പുസ്തകത്തിൽ വല്ലതും ഉണ്ടെങ്കിൽ മറന്നു കളയാൻ കർത്താവ് അനീതിയുള്ള ദൈവമല്ല. ഒരുപക്ഷെ നമ്മൾ മറന്നാലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം വരുമ്പോൾ ആരോർക്കും? ദൈവം ഓർക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഓർമ്മയുടെ പുസ്തകത്തിൽ ഓർക്കാൻ കർത്താവിന് വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ മറക്കാത്തൊരു ദൈവമുണ്ട്. ഇവിടെ ഒരു ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ചത്, രാജാവ് ഒരു ദിവസം രാത്രി ഉറക്കം വരാതെ കിടന്നപ്പം വായിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കെ ഒരു കാര്യം സംഭവിച്ചു. അഹശ്വേരോശ് രാജാവിൻ്റെ അവിടുത്തെ മെയിൻ ഒരു രണ്ടാമനുണ്ടായിരുന്നു. പേരെന്താ? ഹാമാൻ. ഈ ഹാമാൻ പ്രശ്നക്കാരനായിരുന്ന ഹാമാന് തിരിച്ച് അവിടെ സർവാംഗ പ്രതാപിയായി വാഴുമ്പോൾ മൊർദെഖായി ഒഴിച്ച് ബാക്കി എല്ലാവരും പുള്ളിയെ കുമ്പിടും. പക്ഷെ മൊർദെഖായി എന്ത് ചെയ്തില്ല? കുമ്പിട്ടില്ല. ആ കുമ്പിടുക എന്ന് പറയുന്നത് ഒരു വണക്കം, ആരാധനയുമായിട്ട് ബന്ധപ്പെടില്ല, അത് ബഹുമാനിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. യഹൂദനെ സംബന്ധിച്ചോളം ഏകസത്യ ദൈവത്തെ മാത്രമേ ആരാധിക്കൂ. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. ഒരു രൂപങ്ങളെയും ഒന്നും നമസ്കരിക്കാൻ പാടില്ല. അതുകൊണ്ട് മനുഷ്യനെ നമസ്കരിക്കില്ല. അതിൻ്റെ അർത്ഥം മനുഷ്യനെ സ്നേഹിക്കില്ലെന്നല്ല, പക്ഷെ മനുഷ്യനെ നമസ്കരിക്കില്ല. അങ്ങനെ വന്നപ്പോൾ ഹാമാൻ ഇദ്ദേഹത്തോട് ദേഷ്യമായി. ഹാമാന് ദേഷ്യമായപ്പോൾ ഹാമാൻ ഒരു കാര്യം ചെയ്തു, മന്ത്രവാദികളെ വരുത്തി, എന്നിട്ട് ചീട്ടിട്ടു. അതാണ് 7 മുതലുള്ള വാക്യങ്ങൾ. 12 അഹശ്വേരോശ് രാജാവിൻ്റെ 12-ാം ആണ്ടിൽ
നീസാം മാസമായ 1-ാം മാസത്തിൽ ആധാർ എന്ന 12-ാം മാസം വരെയുള്ള ഓരോ ദിവസത്തെയും ഓരോ മാസത്തിൻ്റെയും കുറിച്ച് ഹാമാന്റെ മുമ്പിൽ വെച്ച് പൂരെന്ന ചീട്ടിട്ട്. കണ്ടോ, 1-ാം മാസം നീസാർ മാസം മുതൽ ആധാർ മാസം വരെയുള്ള 12 മാസത്തിലെയും ഓരോ ദിവസത്തെക്കുറിച്ച് എന്തിട്ടു? ചീട്ടിട്ടു. എന്നിട്ട് അവർ ഡേറ്റ് എടുത്തത് ആധാർ മാസം 13-ാം തീയതിയാണ്. വായിച്ചാൽ മതി. ആധാർ മാസം 13-ാം. ഈ 13 എന്നുള്ള ഡേറ്റിന് ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഇടയ്ക്ക് ഒരിടത്ത് പ്രസംഗിച്ചപ്പോൾ ന്യൂമറോളജിയിൽ അഗാധമായ പാണ്ഡിത്യമുള്ള ഒരാളിനെ എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ ന്യൂമറോളജി പഠിച്ച ആളാണ്. ന്യൂമറോളജിയിലൊരു ഇതുണ്ട്, മോശപ്പെട്ട സംഖ്യയുണ്ട്. ഇപ്പോൾ 7 എന്നുള്ള ഒരു സംഖ്യ കാശ് കൊടുത്ത് നമ്പറൊക്കെ മേടിക്കും. പക്ഷെ ആരെങ്കിലും ലേലം വിളിച്ച് 13-ാം നമ്പർ മേടിച്ചതായിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല. 13-ാം നമ്പർ മോശപ്പെട്ട നമ്പറാണ്. അപ്പോൾ ഏറ്റവും മോശപ്പെട്ട ഒരു ഡേറ്റാണ് ഇവർക്ക് വേണ്ടി ചീട്ടിട്ടത്. ഏറ്റവും മോശപ്പെട്ട ഒരു ദിവസം, ഇവരെ കൊല്ലാൻ അശുഭം നിറഞ്ഞ ഒരു ദിവസം. അത് ഏത് ദിവസമാണ്? 13-ാം തീയതി. പിന്നെയും 12 മാസം അവശേഷിക്കുകയാണ്. നീസാം മാസത്തിലാണ്. ഈ വാർത്ത എല്ലായിടത്തും അറിയിച്ചു, സകലയിടത്തും അറിയിച്ചു. സകലത്തും അറിയിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഗുണമുണ്ടായി. എസ്തേർ ഇത് കേട്ട് മൊർദെഖായി അറിയിച്ചു. അപ്പോൾ എസ്തേർ പറഞ്ഞൊരു കാര്യമുണ്ട്. 3-ാം അധ്യായത്തിൽ എസ്തേർ പറഞ്ഞു, ഞാനും സംഭവിച്ചൊക്കെ അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി. 4-ാം അധ്യായം. വസ്ത്രം കീറി രട്ടെടുത്തു, വെണ്ണീർ വാരി ഇട്ടുകൊണ്ട് പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. പിന്നെ അവൻ രാജാവിന്റെ പടിവാതിലോളവും വന്നു. എന്നാൽ രട്ടെടുത്തും കൊണ്ട് ആർക്കും രാജാവിന്റെ പടിവാതിലിനകത്ത് കടന്നുകൂടായിരുന്നു. രാജാവിന്റെ കൽപ്പനയും തീർപ്പും ചെന്ന ഓരോ സംസ്ഥാനത്തും മതി. അപ്പൊ അങ്ങനെ അതിന്റെ ഏറ്റവും അവസാനം 15-ാം വാക്യം. എന്നാൽ എസ്തേർ മൊർദെഖായിയോട് മറുപടി പറയാൻ കൽപ്പിച്ചത്, നീ ചെന്ന് ശൂഷനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചുകൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പിൻ. ഞാനും എന്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരം അല്ലെങ്കിലും രാജാവിന്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. അപ്പോൾ അവിടെ ഇവര് ഇങ്ങനെ തീരുമാനിക്കുകയാണ്, ഉപവസിക്കാൻ തീരുമാനിച്ചു. എസ്തേർ പറഞ്ഞു, തിന്നുകയോ കുടിക്കുകയോ ചെയ്യും. വെള്ളം കുടിക്കാതുള്ള ഉപവാസം 3 ദിവസം. എല്ലാ യഹൂദന്മാരും ഉപവസിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ രാജാവിൻ്റെ കൽപ്പന എൻ്റെ മേൽ ഇല്ല, പക്ഷെ ഞാൻ ചെല്ലും. അങ്ങനെ എസ്തേർ ചെല്ലുമ്പോൾ രാജാവ് എന്ത് നീട്ടി? ചെങ്കോല നീട്ടി ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താണ്? അപ്പോൾ പറഞ്ഞു, എനിക്ക് ഒരു വിരുന്ന് കഴിക്കണം, വരണമെന്ന് പറഞ്ഞു. കഥ അറിയാമല്ലോ, സംഭവം. കഥയല്ല, ഈ സംഭവം. അങ്ങനെ രാജാവ് വിരുന്ന് വന്നപ്പോൾ ചോദിച്ചു, നിന്റെ സങ്കടം എന്താ? അപ്പം പറഞ്ഞു, എന്നെ എൻ്റെ പിതൃഭവനത്തെ നശിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. ആരാണ്? ഈ ഹാമാനാണ്. രാജാവ് എഴുന്നേറ്റ് പോയി. തിരിച്ചു വന്നപ്പോൾ ഹാമാൻ അന്തഃപുരത്തിൽ കിടക്കുന്ന കണ്ടു. അവനെ കൊണ്ടുപോയി തൂക്കി കൊന്നുകളഞ്ഞു. അവൻ്റെ കുഞ്ഞുങ്ങളെയെല്ലാം നശിപ്പിച്ചു. എന്നിട്ട് പെട്ടെന്നൊരു കൽപ്പന കൊടുത്തു വിട്ടു, യഹൂദന്മാരെ നശിപ്പിക്കരുതെന്ന് തന്നെയല്ല, ആധാർ മാസം 13-ാം തീയതി അവരെ കൊല്ലാൻ വരുന്നവരെ നശിപ്പിക്കാനുള്ള ഉത്തരവ് കൂടെ ഇട്ടു. അവർക്ക് അവരുടെ എതിരാളികളെ എന്ത് ചെയ്യാം? നശിപ്പിക്കാം. അങ്ങനെ 13-ാം തീയതി ആരും അവരെ തൊട്ടില്ലെന്ന് തന്നെയല്ല, അവരെ ഉദ്ധരിക്കാൻ വന്നവരെ എല്ലാവരും നശിപ്പിച്ചു. ഈ പുസ്തകം അവസാനിക്കുമ്പോൾ ആധാർ മാസം 14-ഉം 15-ഉം തീയതി അവർക്കൊരു ഉത്സവമായി. ആ ഉത്സവത്തിൻ്റെ പേര് പൂരീം ഉത്സവം എന്നാണ്. പൂരീം ഉത്സവം. പൂരെന്ന ചീട്ടിട്ട് 13-ാം തീയതി എടുത്തു. ജനം എന്ത് ചെയ്തു? ഉപവസിച്ചു, രട്ടെടുത്തു, കരഞ്ഞു, വെള്ളമോ ഭക്ഷണവും ഇല്ലാതെ പ്രാർത്ഥിച്ചു. ഒന്നടങ്കം പ്രാർത്ഥിച്ചു. ആ ഡേറ്റ് മാറിയോ? ഡേറ്റ് മാറി. ഇല്ലെങ്കിൽ യഹൂദൻ മൊത്തം അവൻ്റെ ജീവചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങൾ, ഇന്ന് ഹിറ്റ്ലറിനെയൊക്കെ ഓർക്കുന്ന പോലെ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കറുത്ത അധ്യായങ്ങൾ ഒന്നായിരുന്നു ആ ആധാർ മാസം 13-ാം തീയതി നടക്കപ്പെടുന്ന യഹൂദന്മാരുടെ കൂട്ടക്കൊല. നടന്നോ? ഇല്ല. ആ ദിവസം അവർക്ക് എന്തായി? പൂരീം ഉത്സവമായി. വിലാപത്തെ നൃത്തമാക്കി, രട്ടടിച്ച് സന്തോഷം ഉടിപ്പിച്ചു. കണ്ണീരിൻ്റെ പകരം ആനന്ദ തൈലം കൊണ്ട് അവരെ അഭിഷേകം ചെയ്തു. അവിടെ ശത്രുക്കളെ അവർ സംഹരിച്ചു. ഇതിൻ്റെ പിന്നിൽ നടന്നത് 3 ദിവസം അവർ തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എന്ത് ചെയ്തു? ഉപവസിച്ചു. അപ്പോൾ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും എന്തിനുള്ള ശക്തിയുണ്ട്? തീയതികളെ തിരുത്തി കുറിക്കാനുള്ള ശക്തിയുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും തീയതികളെ തിരുത്തി കുറിക്കാനുള്ള എന്തുണ്ട്? ശക്തിയുണ്ട്. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. അതിശക്തമായൊരു ആയുധമാണ് ഉപവാസവും പ്രാർത്ഥനയും. എല്ലാവരും പറഞ്ഞേ, അതിശക്തമായൊരു ആയുധമാണ് ഉപവാസവും
പ്രാർത്ഥന.